നമ്മുടെ വിശ്വാസം എല്ലാവരും അറിയണം. അപ്പൊ അത് അറിയണമെങ്കിൽ വില കൊടുക്കണം. ആക്ഷേപമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടലുണ്ടാകും, ധാരാളം തിക്താനുഭവങ്ങൾ വരും. അതൊക്കെ സഹിച്ചു നിന്നെങ്കിലേ ഇത് അറിയൂ. നിങ്ങള് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഒരമ്മച്ചിയുണ്ട്, ഗ്രേസി അമ്മച്ചി, പാട്ട് പാടുന്നത് കണ്ടിട്ടുണ്ട്. അമ്മച്ചിയെ ഈ അടുത്ത സമയത്താ എല്ലാരും അറിയുന്നത്. പക്ഷേ അമ്മച്ചി 40-40 വർഷം ആരും അറിയാതെ പരസ്യയോഗം നടത്തുമായിരുന്നു. അന്ന് ആരും അറിഞ്ഞില്ല. ഇതുപോലെ ഈ ചാനൽ ഒന്നുമില്ലല്ലോ. ഇതിൽ വരുമെന്നോർത്തല്ല അമ്മ പരസ്യയോഗം നടത്തിയത്. ഞങ്ങളുടെ സഭയില് അവിടെ തിരുവല്ലയിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരും. പുതിയ പാട്ട് എഴുതുമ്പോഴാ വരുന്നത്. 2 ശീല് പാടും. സന്തോഷം. 85 വയസ്സുണ്ട്, എന്നാലും നല്ല നൃത്തം ചെയ്താ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ആ അമ്മച്ചിയെ ഇപ്പം മിക്കവരും അറിയും. അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ അറിഞ്ഞതിന്റെ ഒരു വിഷയം, ആരും അറിയാതെ അമ്മ വളരെ വില കൊടുത്തറ. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ധാരാളം ആൾക്കാർ. അപ്പോൾ ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. തെസ്സലോനിക്കരുടെ 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. 7-ാം വാക്യം ഒന്നുകൂടെ വായിര്. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ. എന്തുവാ മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ളത്? ഒരു വിശ്വാസിയായിട്ട് ഇതിനകത്ത് വന്നിരിക്കാം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും വരാം, ഞായറാഴ്ച സഭായുത്തിനും വരാം, ഇടക്കൂട്ടത്തിനൊക്കെ വരാം, കുഴപ്പമില്ല. പക്ഷേ അത് വലിയ ബന്ധപ്പാടില്ല. പക്ഷെ മാതൃകാ വിശ്വാസിയായിട്ട് ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. വിശ്വാസിയാണോ? അയ്യോ, പിന്നെ അങ്ങനെ ചോദിച്ചു വിടുകയേ ഉള്ളൂ. എന്നാൽ ആരും ഇന്ന് വരെ നമ്മളോട് ചോദിച്ചിട്ടില്ല മാതൃകാ വിശ്വാസിയാണ്. ചോദിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിലാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇല്ലയോ? മിണ്ടുന്നില്ല. ഉണ്ട്. അതെ, മാതൃകാ വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, അബദ്ധത്തിൽ ആരെങ്കിലും ഇനി ചോദിച്ചാലോ നിങ്ങളുടെ മറുപടി എന്നായിരിക്കും? അല്ലേലിയൊക്കെ പിന്നെ പറയാം, അങ്ങ് മുട്ടി നിൽക്കുക. അമ്മ അവിടെ ശാന്തമാകമ്മേ, ഞാൻ അവസരം തരാം. വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ചെന്നപ്പം, വിരുന്ന് വീട്ടിൽ ചെന്നപ്പോൾ, യാത്ര ചെയ്തപ്പോൾ, പലയിടങ്ങളിൽ പോയപ്പോഴൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആരേലും ചോദിച്ചിട്ടുണ്ടോ ആട്ടെ മാതൃകാ വിശ്വാസിയാണോ എന്ന്? ഇല്ല. നിങ്ങൾ സത്യം പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആട്ടെ, അബദ്ധത്തിൽ ഇനി ആരേലും ചോദിക്കുക, ഇതുവരെ ചോദിച്ചില്ല, ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? അതുകൂടെ പറഞ്ഞേച്ച് നമുക്ക് അടുത്ത പോയിന്റ് വരാം. അല്ല, ചോദിച്ചില്ലെന്നാ എല്ലാരും പറഞ്ഞേ. ഞാന് ഇകഴ്ത്തി പറഞ്ഞതല്ല. ഇപ്പൊ നിങ്ങള് ചിലപ്പോ ചിലര് പറയാനും, പാസ്റ്ററെ അഥവാ അങ്ങനെ ചോദിച്ചാൽ ഞാന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ അതെ, അങ്ങനെ പറയാൻ പറ്റുമോ? അതുമില്ലേ? ആട്ടെ, നിങ്ങൾ ചിലര് നല്ലതുപോലെ പ്രയാസപ്പെടുന്നു. വിഷയം വിട്ടേക്കാം.
വെറുതെ എന്തിനാ ഞരങ്ങുന്നേ? തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആട്ടെ, ഒന്ന് രണ്ട് കാര്യങ്ങള് നമ്മുടെ ഗുണത്തിനാകട്ടെ ചിന്തിക്കാം. ഇവരുടെ മാതൃക എന്തുവകയാ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. മാതൃക, ഒന്നാമത്തെ ഒരു മാതൃക, ഇവര് ദൈവവചനം കേട്ടു കേട്ടു കേട്ടു. 2:13 വായിര്. ഞങ്ങൾ പ്രസംഗിച്ച നിർത്ത്. അപ്പൊ ഒന്നാമത്തെ മാതൃക, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു കേട്ടു. ഒരു നല്ല മാതൃകയാ. ചിലര് ഇത് കേൾക്കത്തില്ല, വചന ശുശ്രൂഷ തുടങ്ങുമ്പം ഇറങ്ങിപ്പോകും, അല്ലെ വചനം പറയാൻ നേരത്തിരുന്ന് ഉറങ്ങും. ഇപ്പോൾ ചില ഇടങ്ങളില് വചനം കേൾക്കുകയല്ല, മൊബൈലിൽ കളിച്ചോണ്ടിരിക്കും. ഈയിടെ ഒരു കൺവെൻഷൻ ചെന്നപ്പോൾ ഈ തലയിലിടുന്നതും വേദപുസ്തകവും എല്ലാം വിൽക്കുന്ന ഉണ്ടല്ലോ. അപ്പം ആ വിൽക്കുന്ന കൂട്ടത്തിൽ ഞാന് പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പം അതിലേ കൂടെ ഒന്ന് നടന്നു വന്നു. പുസ്തകമൊക്കെ ഇരിപ്പുണ്ട്. അപ്പം കൊള്ളാവുന്നതുണ്ടെങ്കിൽ ഒന്ന് വാങ്ങാമെന്നും ചിന്തയുണ്ടായിരുന്നു. അപ്പം മിക്ക പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് ചിന്തിച്ചു, വാങ്ങിയില്ല. അപ്പം ആ സഹോദരനും സഹോദരിയും ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാ. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ ഇത് നല്ലതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ? അപ്പം പറഞ്ഞു, സഭാകളിൽ വരുമ്പം മൊബൈൽ എങ്ങനെ സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞു വേണ്ട, അതെന്നാ അവിടെ ആരും അങ്ങനെ ഉപയോഗിക്കുകയല്ലെന്ന് പറഞ്ഞു. സഭായോഗത്തിന് മനസ്സിലായില്ല. തിരുവല്ലായില് അവിടെ കൂട്ടായ്മയില് ഇതിന്റെ ആവശ്യമില്ല. അതിന് ആർക്കും മൊബൈലില്ലേ? എല്ലാവർക്കും മൊബൈലുണ്ട്, പക്ഷെ സഭാകോളി വന്നു കഴിയുമ്പം ആരും അത്. എന്നാലും ചില വിവരദോഷികൾ കാണും, പാത്താന്നേൽ വരുന്നു, ചിലതിനെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ച് വെച്ചിരിക്കുക. നമ്മൾ അതിനെ നന്നാക്കാൻ പോയാ ചിലരെ ചുമന്നാ നമ്മൾ നാറുവെന്നുണ്ടല്ലോ. അപ്പൊ ഇവര് നല്ല മാതൃകാ വിശ്വാസികളാ തെസ്സലോനിക്കര്. അവരുടെ ഒന്നാമത്തെ മാതൃക, ഇവര് ദൈവവചനം കേട്ടു. വചനം കേൾക്കണം, വചനം കേൾക്കണം. കാരണം വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഞാന് ഈ വാക്യങ്ങളൊക്കെ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ചിലര് പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അപ്പൊ വായി വരുന്നത് എന്നതാ? അതാ ഇതിനായി വായിപ്പിക്കുന്നത്. ഞാന് പ്രസംഗിക്കുന്ന വിഷയത്തിലെ ചില വാക്യങ്ങളൊക്കെ എനിക്ക് മനഃപാഠമാണ്. എന്നാലും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്, വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞേച്ച് അയാൾ പോയെന്ന് പറയരുത്. അപ്പം വായി വന്നതെല്ലാം എന്തൊക്കെയാന്ന് നിങ്ങളൂടെ വായിക്കുന്നത് നല്ലതാ, ഇതിനകത്തുള്ളതാ. എന്നിട്ടും ചിലക്ക് തൃപ്തിയല്ല. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാണ്, അണ്ണാക്കിന് മധുരമാണ്. ഇത് കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശമായ തിരുവചനമാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവൻ. 107-ാമത്തെ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അവനവന്റെ വചനം അയച്ചവരെ സൗഖ്യമാണ്. യഹോവയുടെ വചനം യിരെമ്യാവ് പറയുക, തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ എടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. കർത്താവ് ഒരിക്കൽ യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവ സന്തതിയായവൻ ദൈവവചനം കേൾക്കും.
വചനത്തിന് വളരെ പ്രാധാന്യവും വിശേഷതയുണ്ട്. ദൈവത്തിന്റെ മഹത്വം. അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാ, അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ സത്യത്തിലതു. മതി 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 മതി. ആ കാക്കുന്ന നല്ലതാണ്. അതിവേഗത്തിലോടുന്ന തിരുവെടുത്ത് വചനം. എമോസി അങ്ങോട്ട് പോയ ക്ലയോപാവും ശിഷ്യരും കൂടെ പറഞ്ഞു, അയ്യോ വഴിയിൽ വെച്ച് തിരുവെടുത്ത് പറഞ്ഞപ്പം കത്തിക്കൊണ്ടിരുന്നെന്ന്. കത്തുന്നത് കത്തിക്കുകയല്ല, കത്തണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ തിരുവചനം, വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാ. തെസ്സലോനിക്കരുടെ ഒന്നാമത്തെ മാതൃക, ഇങ്ങനെയുള്ള വചനം ഇവര് കേട്ടു. ഞാന് ഈ വചന ശുശ്രൂഷയ്ക്ക് TPM-കാര് ഒഴിച്ചുള്ള ഒട്ടുമിക്ക സഭക്കാരും എന്നെ വിളിക്കും ഈ ശുശ്രൂഷയ്ക്ക്, വചന ശുശ്രൂഷ. TPM-കാര് വിളിച്ചിട്ടില്ല. ഞാൻ പോകും, സഹകരിക്കും, പക്ഷെ അവര് വചന ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കാം എന്നാന്ന്, അത് കാര്യമുണ്ട്. അപ്പം അല്ലാത്ത ഒട്ടുമിക്ക സഭകളിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അസംബ്ലി സഭകളുടെ അനേക സഭകളില്, അതും വിശേഷിച്ച് പഴയ സഭകളിലൊക്കെ മിക്ക ഇടങ്ങളിലും പോകാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിന്റെ ഒട്ടുമിക്ക സഭകളിലും ധാരാളം, IPC-യിലും, അതാന്നല്ല സാധാരണ കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളെന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. പിന്നെ താഴോട്ട് ഷാരോനുണ്ട്, കല്ലുമല സഭയുണ്ട്. TPM-കാര് വിളിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വചന ശുശ്രൂഷയ്ക്ക്. കരിയമ്പളാവിലെ WME, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഇങ്ങനെയൊക്കെ ധാരാളം സഭകള്, സ്വതന്ത്ര കൂട്ടായ്മകൾ ധാരാളമുണ്ട്. ഈ മലബാറിലും ഹൈറേഞ്ചിലും തെക്കൻ തിരുവിതാംകൂറിലെ നല്ല സഭകള്, സ്വതന്ത്ര സഭകള് ധാരാളമുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും ദൈവത്തിന്റെ കരുണയാല് ദൈവവചനം പറയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മിക്ക ഇടങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രവണത, എല്ലായിടത്തും അല്ല, മിക്ക ഇടങ്ങളിലും പാട്ട് പാടുമ്പോഴും കൈകൊട്ടുമ്പോഴും ദൂത് പറയുമ്പോഴും പ്രവചിക്കുമ്പോഴും ഈ തമ്പേറും ഒക്കെ അടിക്കുമ്പോൾ ഭയങ്കര ഉണർവും ചാട്ടവും ഉള്ള ആൾക്കാർ ചിലര് വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്ന കാണാം. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ അവർക്ക് ആത്മീക രോഗമുള്ളവരാ. ഇനി കർത്താവ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അവര് പിശാചിന്റെ സന്തതികളാണ്. കർത്താവ് പറഞ്ഞെടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കർത്താവ് പറഞ്ഞത് ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. അപ്പൊ കേൾക്കാത്ത ആരുടെ സന്തതിയാ? നിങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. രണ്ട് സന്തതിയാന്നല്ലോ ദൈവത്തിന്റെ സന്തതി. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളെന്നാ കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ കാര്യമല്ല. വചനം കേൾക്കാത്ത, ശ്രദ്ധിക്കാത്തവർ. ചിലർക്ക് വചനത്തോട് ഒരു താല്പര്യവുമില്ല. ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ചില വിഷയമുണ്ട്, അത് പറയുമ്പോൾ അവർ ഇളകും. നമുക്ക് ഒരച്ചായനുണ്ടായിരുന്നു, പേരും സ്ഥലവും പറയുന്നില്ല. പുള്ളിക്ക് ഏലിയാവിനെ പറ്റി നല്ല രീതിയിൽ പ്രസംഗിച്ച പുള്ളി ഇളകും, എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യും. ഏലിയാവ് തീയിറങ്ങി ഊറി. ഏലിയാവ് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. ഹല്ലേലൂയ. പുള്ളി ഇളകും. ഏലിയാവിനെ പറ്റി
ഒരു മറുഭാഗം സംസാരിച്ച പുള്ളിക്ക് സങ്കടവും മനപ്രയാസം. ഇതൊക്കെയാന്ന് ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ക്ഷീണിച്ച് മരിക്കാൻ കിടന്നു എന്ന പുള്ളിക്ക് അത് ഇഷ്ടമായി. ഞങ്ങൾക്കൊരു അമ്മയുണ്ട്, ദേശത്തിന്റെ ഉണർവിനെന്ന് പറഞ്ഞ അമ്മ ഇളകും. എന്നാൽ വേദപുസ്തകത്തിലെ മറ്റ് വിഷയങ്ങൾ പറഞ്ഞാൽ സമാഗമന കൂടാരം, അതിന്റെ പണി അമ്മ പറയാന്നല്ല, അമ്മ വായും പൊളിച്ചിരുന്ന് ഉറങ്ങും. ഒരിക്കൽ ഉറങ്ങിയപ്പോ ഞാൻ ഉറങ്ങുക അമ്മ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഉറങ്ങുക എന്നും പറയുന്നില്ല, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. അതല്ല രസം. ചേർന്ന് പറയാ, എന്നെ കാണിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ടാണ്. അപ്പൊ കുറ്റക്കാരാരായി? എന്റെ പ്രിയരെ, ദൈവത്തിന്റെ വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തിയുള്ള തിരുവചനമാണ്. മത്തായി 5:1 അങ്ങനെയല്ലയോ വായിക്കുന്ന? മത്തായി 5:1 അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി തിരുവായി പൊഴിഞ്ഞ് അവരോട് ഇത് സംസാരിച്ചു. വചനത്തിന് ശക്തിയാ. അവിടെ മടങ്ങി വരാം. തെസ്സലോനിക്ക വിശ്വാസികളുടെ മാതൃക ഒന്ന്, ഇവര് വചനം കേട്ടു. വചനം കേൾക്കണം, വചനം കേട്ടു. ഇനി എങ്ങനെയാ ഇവര് വചനം കേട്ടത്? ഒന്നിന്റെ 6 ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും മതി നിർത്തും. അപ്പൊ ഇവരുടെ മാതൃക ഒന്ന്, ഇവര് വചനം കേട്ടു. ആ കേട്ട വചനം ഇവര് കൈക്കൊണ്ടു. നമ്മളെല്ലാം കേട്ട് പോകുക മിക്കവരും. നമ്മൾ ചോദിക്കല്ലേ കേട്ടോ? പിന്നെ ഞാൻ ആദ്യം മുതൽ ഒടുക്കം വരെ കേട്ടു. ആണോ? പിന്നെ നല്ല പോയിന്റ് ആയിരുന്നു. പോയിന്റ് നല്ലതാ, കേൾക്കുകയും ചെയ്തു. കൈക്കൊണ്ടോ? എത്ര വർഷമായിട്ടിരുന്ന് കേൾക്കുക, വിടാതെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഓൺലൈനിലുണ്ട്, സൂമിലുണ്ട്, അങ്ങനെ വിടാതിരുന്ന് കേൾക്കുക. ചില പറയാം, നാളൊരാൾ ഞാൻ ഒറ്റ മീറ്റിംഗ് മുടക്കിയിട്ടില്ലെന്ന്. നല്ല കാര്യം. ഒരാൾ വേറൊരു പാസ്റ്ററോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, പാസ്റ്ററുടെ ഒറ്റ മെസ്സേജ് ഞാൻ മുടക്കിയിട്ടില്ല. അത് നല്ല കാര്യം. അത് കൈക്കൊണ്ടോ? പാസ്റ്ററുടെ മീറ്റിംഗിൽ പുള്ളി പറഞ്ഞായിരുന്നല്ലോ, സഹോദരനുമായിട്ട് പിണങ്ങിയിരിക്കരുതെന്ന്. അത് കൈക്കൊണ്ടോ? സഹോദരനോട് മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. സഹോദരന് മിണ്ടുന്നില്ലെന്നല്ല, നിങ്ങളിപ്പം മിണ്ടുന്നില്ലെന്നായി പറഞ്ഞു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചോണ്ട് ഇരിക്കരുത്. എത്ര മാസമായി തമ്മി കൈ കൊടുത്തിട്ട്? കേൾക്കുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുകയാണല്ലോ. കേട്ടത് കൈക്കൊള്ളുന്നുണ്ടോ? ഞാൻ എന്നോടും കൂടെ ചേർത്താ ചോദിക്കുന്നത്, നിങ്ങളെ മാത്രമല്ല. ഞാൻ എന്നെ പ്രതിയാക്കുക. ഞങ്ങളെല്ലാം പ്രസംഗിക്കുകയല്ലേ. ആ പ്രസംഗിക്കുന്നത്, കേൾക്കുന്നത്, പഠിപ്പിക്കുന്നത് ജീവിതത്തിലുണ്ടോ? അപ്പൊ ഇവരുടെ മാതൃക, ഒന്നാമത്തെ മാതൃകയാ, ഇവര് വചനം കേട്ടു. 2, കേട്ട വചനം ഇവര് കൈക്കൊണ്ടു. നല്ല മാതൃകയല്ലേ പ്രിയരെ? കേൾക്കുന്ന വചനം കൈക്കൊള്ളണം. നിരപ്പ് പ്രാപിക്കണമെന്നാ വചനം പറയുന്നത്. അത് കൈക്കൊള്ളുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആ ശുശ്രൂഷ കഴിയുമ്പോൾ, ആ
ഇടഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ബ്രദറെ, നമ്മൾ തമ്മില് ചില പ്രയാസമുണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റും വീഴ്ചകളും വന്നു. മനഃപൂർവ്വം എന്നോട് ക്ഷമിക്കണം. ഇനി കഴിവിന്റെ പരമാവധി ആവർത്തിക്കത്തില്ല. നമുക്ക് ദൈവകൃപയിൽ സന്തോഷിച്ചു പോകാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. ഇതാ കൈക്കൊള്ളുന്നവന്റെ ലക്ഷണം. അങ്ങനെ കൈക്കൊണ്ടിട്ടുണ്ടോ? ഒറ്റ മീറ്റിംഗ് മുടക്കുന്നില്ല. എല്ലാരും എടുക്കപ്പെട്ടോ? അനക്കമൊന്നുമില്ല. സ്തോത്രം. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ മാതൃക ഒന്ന്, ഇവര് വചനം കേട്ടു. രണ്ടാമത്തെ മാതൃക, കേട്ട വചനം ഇവര് കൈക്കൊണ്ടു. ഈ വചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമ്പം ഇവരുടെ അവസ്ഥ എങ്ങനെ ബഹു കഷ്ടത്തിൽ കൂടാ പോകുന്നത്. അനാരമായി വചനം കേട്ടതും കൈക്കൊണ്ടതും. നമ്മൾ ചെല്ലി പറയുന്നത്, പാസ്റ്റർ ഈ പ്രശ്നമെല്ലാം ഒന്ന് മാറിയേച്ച് വേണം എനിക്ക് 2-3 ദിവസം ദൈവസന്നിധി ഇരിക്കാനും വചനം കേൾക്കാനും. ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ നിന്റെ ആയുസ് നടക്കുകയില്ല. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് വചനം കേൾക്കാനും കൈക്കൊള്ളാനും മുമ്പോട്ട് പോകാനും ഒക്കത്തില്ല. കടൽ തീരത്ത് എന്നേച്ച് പറയാ, തിരമാല ഒന്ന് ശാന്തമായിട്ട് വേണം ഇച്ചിരി വെള്ളം നടക്കുന്ന കേസല്ല. ഇവരുടെ മാതൃക വചനം കേട്ടു, കേട്ട വചനം ഇവര് കൈക്കൊണ്ടു. അതും നല്ല മാതൃകയാ. മൂന്നാമത്തെ മാതൃക, ബഹു കഷ്ടം സഹിക്കുമ്പോഴാ ഇതെല്ലാം കേൾക്കുന്നത്. രോഗത്തിന് സൗഖ്യം കിട്ടിയിട്ടല്ല സ്തോത്രം പറയുന്നത്. രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോ സ്തോത്രം ചെയ്യണം. പ്രശ്നങ്ങൾ തീർന്നിട്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽക്കൂടെ പോകുമ്പോഴും ഈ ദൈവത്തെ ആരാധിക്കണം. വിഷയങ്ങളെല്ലാം പരിഹരിച്ചല്ല സഭയിൽ വരുന്നത്. വിഷയങ്ങൾ രൂക്ഷമായിരിക്കുമ്പോഴും നീ സഭയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്രയിലും കലങ്ങിടാതെ നിത്യവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, കണ്ണിൻ മണിക്ക് തുല്യമായി എണ്ണുന്നതിന് കഥായി സ്തുതിച്ചിടാ, കണ്ണിൻ മണിക്ക് തുല്യമായി എണ്ണുന്നതും സ്തുതിച്ചിടാ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്കനി യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്കനി യഹോവയെ നിരന്തരം. ശുദ്ധാത്മദാനമേകി സ്വർഗ ഭാഗ്യമേ ഇഹത്തിൽ, ശുദ്ധാത്മദാനമേകി സ്വർഗ ഭാഗ്യമേ ഇഹത്തിലും, ചിത്തേ നിറഞ്ഞ നീതിയും സമാനമറ്റ ശാന്തിയും, ചിത്തേ നിറഞ്ഞ നീതിയും സമാനമറ്റ
ശാന്തിയും സമ്മോദവും പകർന്നുതാ, പ്രത്യാശയും വളർത്തിതാ, സ്തുതിച്ചിടാ. സമ്മോദവും പകർന്നുതാ, പ്രത്യാശയും വളർത്തിതാ, സ്തുതിച്ചിടാ. കരമുയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്ത്. അപ്പൊ എല്ലാം ക്രമീകരിച്ച് പരിഹരിച്ച് വിടുതൽ കിട്ടിയിട്ട് ഇത് ചെയ്യാനൊന്നും ധരിക്കരുത്. ഒന്ന് മാതൃകയാ, കേട്ടു, വചനം കേട്ടു. രണ്ട്, കേട്ട വചനം ഇവര് കൈക്കൊണ്ട്. എങ്ങനെയാ കൈക്കൊണ്ട്? ഏത് അവസ്ഥയിലിരിക്കുമ്പോഴാ? കഷ്ടം സഹിക്കുമ്പോഴാ. എന്തോ മാതൃകയാ. പക്ഷെ യോഗത്തിനൊക്കെ വരണമെന്നുണ്ട് ഇതെല്ലാം ഒന്ന് പരിഹരിച്ചേച്ച്. പരിഹരിച്ചേച്ച്. സ്തോത്രം. എനിക്ക് ഇച്ചിരി ക്രമീകരണം എല്ലാം ചെയ്ത് വെച്ച് വേണം സുവിശേഷ വേലയ്ക്ക്. മിക്കവാറും പറഞ്ഞു തരാം. ഇച്ചിരി കാര്യവും കൂടെ ഇവരുടെ മാതൃക. ഒന്ന്, വചനം കേട്ടു. രണ്ട്, കേട്ട വചനം കൈകൊണ്ട്. മൂന്ന്, കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോഴാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്. നാലാമത്തെ മാതൃക, ഒത്തിരി മാതൃകയുണ്ട്. നാലാമത്തെ മാതൃക 1:3 വായിച്ചേ. ആ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത് വായിച്ചു. എന്നാ വേലയാ? അപ്പൊ എങ്ങനെയാ വേല ചെയ്യണ്ടേ? എങ്ങനത്തെ വേലയാ? ഇപ്പം വേലയ്ക്ക് ഇറങ്ങുന്ന വല്ലതും ചോദിക്കുന്നത് ശമ്പളം എന്തോ കിട്ടുവന്ന? എത്ര കുടുംബമുണ്ട്? ടൗൺ ആണോ? അമേരിക്കക്കാർ എത്ര കുടുംബം അവിടെ ഉണ്ട്? പേർഷ്യ എത്രയുണ്ട്? ലണ്ടൻ എത്രയുണ്ട്? നാടൻ എത്രയുണ്ട്? ഗവൺമെന്റ് സർവീസിലുള്ളവർ വല്ലവരും ഉണ്ടോ? ചിലർ നേരത്തെ എഴുതുന്ന പാസ്വേഡ് ചോദിക്കൂ, എന്തോ വരും. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാ മിണ്ടാനാ ഈ തണുപ്പം പിടിച്ച്? സ്തോത്രം. അവിടെ എന്തുവാ? ശമ്പളം അല്ലാതെ വേറെ വല്ലതും വരവുണ്ടോ? ഇത് ഇപ്പൊ പറയേണ്ട കാര്യമല്ല, വേലക്കാരുടെ മീറ്റിങ്ങിനാ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്, അത് ഇപ്പൊ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മളെല്ലാം കൊണ്ടിരുന്ന് പാടുക, വേല നിന്റേത്. വേല നിന്റേത് തന്നെ. സ്തോത്രം. വലിയ പുള്ളിക്കാരൊക്കെ നേതാക്കന്മാരുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് അവർക്ക് നല്ല നല്ല ഇടങ്ങള് കിട്ടും. ഉണ്ട്. 10-30 വർഷമായാലും ഇപ്പോഴും മിഷൻ സ്റ്റേഷനിൽ ഇട്ടിരിക്കുക. അമേരിക്കയിൽ നിന്നും പേർഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നും ലണ്ടനിൽ നിന്നും ജോലി കഴിഞ്ഞ് സമ്പാദിക്കാവുന്നതിന്റെ പരമാവധി എല്ലാവരും അല്ല, സമ്പാദിച്ച് നാട്ടിൽ വന്ന് സൂപ്രണ്ടിനെയോ ഓവർസീറിനെയോ പ്രസിഡന്റിനെയോ കണ്ട ഉടനെ ഓർഡിനേഷനും കൊടുക്കും. ഇവിടെ 45 കൊല്ലമായിട്ട് വേല ചെയ്ത പുള്ളിക്ക് ഇതുവരെയും ഓർഡിനേഷനും കൊടുത്തിട്ടില്ല. പുള്ളി ഇപ്പോഴും ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി 69ആയി. ഇവാഞ്ചലിസ്റ്റ്. ഞാൻ പറയുന്നത് ബഹുമാന്യ കർത്തൃദാസന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണ് നടക്കുന്നത്. എന്തോ ചെയ്യാന്? എന്നാ ചെയ്യാന്? നമ്മളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും നിരൂപിച്ചാൽ ഇത് വല്ലോ മാറ്റാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ മനോദുഃഖമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വലിയ മനപ്രയാസമാണ്. സ്തോത്രം. കാശ് കൊടുത്താൽ അന്നേരം ഓർഡിനേഷനും കൊടുക്കും. ഒരു ശുശ്രൂഷ ചെയ്യാൻ പോലും അറിയത്തുമില്ല.
അങ്ങനെ ഓർഡിനേഷൻ കിട്ടിയ ഒരുത്തൻ ഒരു പെണ്ണിനെ പിടിച്ച് മുങ്ങി, അവനും അങ്ങ് മുങ്ങി. കോഴി നനഞ്ഞതുപോലെ നിൽക്കുക, പിന്നെ പറയാനും അറിയാൻ മേല. നടന്ന കാര്യമായി പറഞ്ഞു. വേറെ തന്നെ ഇതുപോലെ മേടിച്ചേച്ച് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം എടുത്ത് നുറുക്കി വെച്ച് ചോദിച്ചു ഇനി എന്നാ ചെയ്യണമെന്ന്. അടുത്തിരുന്ന പുള്ളി പറഞ്ഞു അതുകൂടെ അങ്ങ് തിന്നോളാൻ പറഞ്ഞു. വേറെ തന്നെ വാക്യം വിളിച്ച് പറയും ഇവനും കൂടെയുണ്ട്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, കർത്താവാകുന്നു യേശുക്രിസ്തു വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും. ഇങ്ങനെ പറഞ്ഞപ്പം വേറൊരു തന്നെ അവനും ഇരിപ്പുണ്ട്. അവൻ മയക്കി എടുത്ത് ഇടയ്ക്ക് അവരങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയപ്പെടുത്തു കർത്താവാകുന്ന യേശുക്രിസ്തു വരുന്നു, എല്ലാവരും ഓടിക്കോളാൻ. ഇതെന്നാന്നൊന്നും അറിയാൻ മേല. അവിടെ ആ ഭാഗം വിടുക വെറുതെ എന്തിനാ. ഇത് വിശ്വാസത്തിന്റെ വേലയാ. ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാ. അങ്ങനെ വിശ്വാസത്തിൽ വേല ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇന്നുമുണ്ട്. അനേക അഭിഷിക്തന്മാരെ എനിക്കറിയാം. വിശ്വാസത്തിന്റെ വേല അത് ദൈവം നടത്തുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിന്റെ വേലയാ. അവിടെ ഞാന് ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്, പിന്നെ പറയുമ്പോ അതെല്ലാം പിന്നെ പ്രശ്നങ്ങളായിട്ട് വരും. വെറുതെ എന്തിനാ. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ പുതിയ വഴക്കൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല, പഴയ വഴക്ക് വിടുന്നുമില്ലെന്ന് പറഞ്ഞു. ഞാന് പുതിയത് ഇപ്പൊ എടുക്കുന്നു. ഇവരുടെ മാതൃക: ഒന്ന്, വചനം കേട്ടു; രണ്ട്, കേട്ട വചനം ഇവര് കൈക്കൊണ്ട്; മൂന്ന്, ബഹു കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോഴാണ് ഇത് കേൾക്കുന്നത്; നാല്, വിശ്വാസത്തിന്റെ വേലയാ. ആരംഭകാലത്തൊക്കെ ഇത് ഫെയ്ത്ത് ഹോം എന്ന ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ എന്ന് പറഞ്ഞ അങ്ങനെ വിശ്വാസ വീടാ എന്ന് പറഞ്ഞ ആരോടും ഒരു കാര്യം ചോദിക്കത്തില്ല, സ്തോത്രവും പ്രാർത്ഥനയും. അന്നേരം ആവശ്യമുള്ളതല്ല അവിടെ കൊണ്ടുവരും. കല്ലിശ്ശേരിലെ വേലയെ പറ്റി പറഞ്ഞ് കേട്ടത്, പത്തൻകുട്ടിയപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു, താഴാമ്പള്ളം. അദ്ദേഹം അവിടെ വേല ചെയ്യുന്ന കാലത്ത് മുഴുപട്ടിണി 3 ദിവസം. സങ്കേതത്തിലെ സഹോദരിമാരും ഉണ്ട്, അച്ചായനും ഉണ്ട്, കൊച്ചമ്മയുണ്ട്, സങ്കേതത്തിലെ സഹോദരി. അപ്പം രാത്രിയില് ഇവര് 3 ആ പട്ടിണി കൊണ്ട് ആരോടും ഒരു കാര്യം പറയത്തില്ല. അന്ന് വിരലിൽ എണ്ണാവുന്ന കുടുംബമേ ഉള്ളൂ. 3 ദിവസം മുഴുപട്ടിണി. 3-ാം ദിവസം രാത്രിയില് ഇങ്ങനെ ജാഗരിക്കുക. അന്നൊക്കെ ഇലക്ട്രിസിറ്റി സുലഭമല്ലല്ലോ, ചെറിയ റാന്തൽ വിളക്ക തിരി താത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജാഗരിച്ച് പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി അതിലേ വന്നു. അന്ന് വണ്ടി അധികമില്ല. വണ്ടി അതിലേ വന്ന്, പഴയ ലാറിയാ, അതവിടെ എന്തോ കേടായി പോയി. ഈ പെയ്ത്തോമിന്റെ വാതക്കല് നോക്കിയിട്ടൊന്നും അവിടെ ഒന്നും ആരുമില്ല. അപ്പൊ വണ്ടിക്കാര് ഇറങ്ങി അടുത്ത യാത്ര ചെയ്ത് അവര് നോക്കി വന്നപ്പം കരണ്ട് വിളിച്ചു ഒരു ഞരക്കു. അപ്പൊ അകത്തിരുന്ന് സ്തോത്രം ചെയ്യുക. അവര് വന്ന് കതകെ മുട്ടി. അപ്പൊ ആരാ ആ സമയത്തെന്നുള്ളത് അതൊരു 2:30 ചെന്ന് തുറന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി കേടായി പോയി, ഇച്ചിരി വെള്ളം വേണം കുടിക്കാൻ. അയ്യോ തരാമല്ലോ. വെള്ളം കൊടുക്കും. അവര് വെള്ളം കുടിച്ച് വണ്ടി നോക്കിയപ്പം അത് ഉടനെ നന്നാകുന്ന ലക്ഷണമില്ല. പിറ്റേന്ന് വർക്ക്ഷോപ്പിൽ നാള് വരണം. അപ്പൊ അവര് പെട്ടെന്ന് വണ്ടിക്കകത്ത് നിന്ന് കുറേയേറെ ഭക്ഷണ സാധനം കൊണ്ടുപോകാൻ വന്നതാണ്. ഭക്ഷണ സാധനവും പലചരക്ക് സാധനവും എല്ലാം എടുത്ത് ഈ പെയ്ത്തോമി കൊടുത്തേച്ച് പറഞ്ഞു, ഇത് നിങ്ങൾ എടുക്ക്, കാരണം ഇത് ഇന്നും ചീത്തയായി പോയി, ഭക്ഷണമെല്ലാം ചീത്തയാകും. 2, കുറച്ച് പലചരക്ക് സാധനമൊക്കെ ഉണ്ട്, അതും അങ്ങ് എടുക്കുന്ന പറഞ്ഞു കൊടുത്തു. വിശ്വാസത്തിന്റെ വേലയാ. സ്തോത്രം. ഞാന് ഒരു ദൃഷ്ടാന്തം പറഞ്ഞതുള്ളൂ, നിങ്ങൾക്കെല്ലാം ചിലപ്പോ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ.
ഈ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഇന്ന് 3 മണിയായാലും എനിക്ക് തിരിച്ചു തരികയല്ല. കാരണം അതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ട്. ഇത് വിശ്വാസത്തിന്റെ വേലയാണ്. സ്തോത്രം, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ, അനുഭവങ്ങളും പറയാനുണ്ട്. ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പെന്തിക്കോസ് അല്പമെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ അത് കാശിന്റെ കൂടുതൽ കൊണ്ടോ, വിദ്യാഭ്യാസത്തിന്റെ മെച്ചം കൊണ്ടോ, കുടുംബശ്രേഷ്ഠത കൊണ്ടോ, മിടുക്കന്മാർ ഇതിനകത്ത് വന്നത് കൊണ്ടൊന്നുമല്ല, വിശ്വാസമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിന്റെ വേലയാണ്. എന്റെ പ്രിയരെ, വിശ്വാസത്തിന്റെ വേല ചെയ്യണം. ദൈവത്തിന് മഹത്വം. നമുക്ക് ഭാഗം വിട്ടേക്കാം. അപ്പം മാതൃക, ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാണ്. ഈ പണ്ടൊക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രോഗികളുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥനയാണ്. ഇപ്പൊ ഞാൻ സഹിതം 1-ാം പ്രതി ഞാനാ കേട്ടോ. നമ്മള് രോഗി വിശ്വാസ വീട്ടിൽ ചെന്ന് രോഗിയാ കാണാൻ ചെന്ന്, എത്ര ദിവസമായത്? ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ കോളേജിലാണോ പോകുന്നത് അതോ ബേബി മെമ്മോറിയലിലാണോ? എന്നാ പറയാൻ, ഏതിനാ പാസ്റ്ററെ പോകണ്ടേ? ബേബി മെമ്മോറിയൽ പോകുന്ന കുറച്ചുകൂടെ. ഡോക്ടർ ചാണ്ടി, അപ്പം ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു കൊടുത്ത്, ഡോക്ടർ പേരും പറഞ്ഞു കൊടുത്ത്, ചിലർക്ക് മരുന്നും ഒക്കെ നല്ലത് കേട്ടോ. ഏതാ കഴിക്കുന്നത്? എന്നാ പറയാ, ഇന്നതാ, അത് നല്ല, ഇതാ കഴിക്കുന്നത്. കുറ്റമല്ലി പറഞ്ഞത്. ആ പരുവത്തിനായി. എന്നാ പണ്ട് അങ്ങനല്ല. രോഗമല്ലയോ, പറഞ്ഞോട്ടിട്ടെ മുട്ടുമടക്കാനൊക്കെ നിങ്ങൾക്ക് മുട്ടുമടക്കില്ല, ഞാൻ മുട്ടുമടക്കുക, ജാഗരിക്കുക. വിടുതൽ കണ്ടല്ലാതെ എഴുന്നേൽക്കുകയല്ല. അല്ല, വിടുതൽ നടക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മഹത്വം. കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞു, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഞാൻ പറഞ്ഞു, വേറെ പുസ്തകത്തിലില്ല. ദൈവം മുഴുവൻ, ദൈവം അത്രേ ഉള്ളു. അല്ല താൻ പാതിയും ദൈവം പാതിയും. ഈ അടുത്ത കാലത്ത് ഞാന് മരുന്നെടുക്കാത്ത ഒരു കർത്തദാസനാ. അപ്പൊ പുള്ളി സുഖമില്ലാതിരിക്കുന്നു, വളരെ ക്ഷീണിതനാ. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി മെഡിസിൻ ഉപയോഗിക്കത്തില്ലെന്ന്. അറിയാതെ ഞാൻ ചോദിച്ചു, മരുന്ന് വല്ലതും മേടിച്ചോ? പുള്ളി പറഞ്ഞു മേടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടുന്നാ? കാൽവറി മെഡിക്കൽ സ്റ്റോറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരവും എനിക്ക് പോയില്ല. ഞാൻ അത് എവിടാന്ന് ചോദിച്ചു. നമ്മളങ്ങനെ മെഡിക്കൽ സ്റ്റോറിനൊക്കെ ഇപ്പൊ പേരിടുമല്ലോ, ഗിലിയാദ് മെഡിക്കൽ സ്റ്റോർ. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടുന്നാ മരുന്ന് മേടിച്ചേ? മരുന്ന് മേടിച്ചു. എവിടുന്നാ? കാൽവറി മെഡിക്കൽ സ്റ്റോർ. അവിടുന്ന് എപ്പോഴും മേടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ മേടിക്കാണ്. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പുള്ളിയെ കാണുമ്പോ നല്ല പടക്കുതിര പോലെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കാൽവറി മെഡിക്കൽ സ്റ്റോറിലെ നല്ല മരുന്നാണല്ലോ. പുള്ളി പറഞ്ഞു, അതാ നല്ലതെന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലും ആ കാൽവറി മെഡിക്കൽ സ്റ്റോർ ഇവിടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ഏറ്റെടുക്ക്, വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, കാൽവറി മല മുതൽ കൈകാലുകൾ വിരിച്ചവൻ, കാൽവറി മല ഓ രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം ദിനം വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ ആമേൻ അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ യേശുവിൻ പൈതലേ, നീ
അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എന്റെ സുമാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്റെ സുമാർവതിൽ. നല്ലവൻ വല്ലവൻ എന്നേശു, എത്ര നല്ലവൻ, നല്ലവൻ എന്നേശു, എത്ര നല്ലവൻ എന്നേശു, പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ അടിപ്പണരാൽ സൗഖ്യമാണ്. അപ്പോൾ ഈ വേല, ഇവരുടെ മാതൃക വിശ്വാസത്തിന്റെ വേലയാ. ഇപ്പൊ എത്ര മാതൃക പറഞ്ഞു? 4. മതിയോ? ഇനിയും വേണോ? തരാം. 5 ഇവരുടെ മാതൃക. ഇവര് മറ്റുള്ളവരോട് ദൈവവചനം പറയുന്നവരാ. ഇവരറിഞ്ഞ സത്യം മതി, നമ്മൾ രക്ഷപ്പെട്ടല്ലോ, മതി. അല്ലല്ല, ഇവരെല്ലാവരോടും ഇത് പറയും. 8-ാം വാക്യം വായിച്ചേ. അതിനെ പതുക്കെ വായിക്കുന്നേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം നിർത്തിക്കേ. ഇവര് ഈ വചനം കേട്ടു, കൈക്കൊണ്ടു. നമ്മുടെ കാര്യം റെഡിയായി. അല്ല, പക്ഷെ നമ്മുടെ എല്ലാം മിക്കവരുടെയും പ്രവണത എന്നാ? ഞാനും എന്റെ ഭാര്യയും പിള്ളേരും മാത്രം. സ്തോത്രം. ഞാനും ഭാര്യയും പിള്ളേരും മാത്രം. ഇവരങ്ങനല്ല. ഇവരറിഞ്ഞ സത്യം, രക്ഷയുടെ സുവിശേഷം, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരോടും പറയുന്നവരാ. എന്ത് നല്ല മാതൃകയാ. അയലത്തുകാരോടെല്ലാം പറഞ്ഞോ സുവിശേഷം? യോ, അയലത്തുകാരോടെല്ലാം പറഞ്ഞോ? പറഞ്ഞില്ലേ? താമസിക്കുന്ന പഞ്ചായത്തിലുള്ള എല്ലാവരോടും പറഞ്ഞോ? നമ്മൾ ആദ്യം ആന്ധ്രയ്ക്ക് പോകാനായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ആദ്യം ആന്ധ്രയ്ക്ക് പോകരുതെന്നല്ല, പിന്നെ എങ്ങനെ? ആദ്യം, പിന്നെ യഹൂദിയ, പിന്നെ ശമരിയ, പിന്നെ ഓർഡർ അതാ. സ്തോത്രം. എല്ലാവരോടും ഇവര് സുവിശേഷം പറയും. ചിലക്ക് ചെന്ന് പറയാൻ ഒക്കുന്നില്ല. വേണ്ട, പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാമോ? അതും ഇതിന്റെ ഭാഗമാ, ഈ വേലയുടെ ഭാഗമാ. താവ് എനിക്ക് നടക്കാൻ വയ്യ, കയറ്റം കയറാൻ മേല, കഥയ്ക്കും ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്, ദൈവത്തിന് അറിയാമല്ലോ. പക്ഷെ അവിടെ ഇരുന്ന, അല്ലെ കസേരയിൽ ഇരുന്ന് പോകുന്നവരെ വഹിച്ച് പ്രാർത്ഥിക്കരുതോ? അതും ഇതിന്റെ ഭാഗമാ. താവ് എനിക്ക് പോകാൻ വയ്യ, ചിലപ്പോ പ്രാർത്ഥിക്കാതിരുന്നാലും ചിലപ്പോ ഒക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസയുണ്ട്, കുരുമുളകിന്റെയും കാപ്പിയുടെയും ഈയിടെ ഇച്ചിരി വസ്തു വിറ്റതിന്റെയും പിള്ളേർ അയച്ചു തന്നതും, അത് ഞാനങ്ങ് ഈ വേലയ്ക്ക് എന്നാ എന്തേലും ഒന്ന് പറ. ദൈവത്തിന് മഹത്വം. ഇതെല്ലാം ഈ വേലയുടെ ഭാഗമാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ വേലയ്ക്ക് ഭാഗമാകണം. ഞങ്ങളുടെ അവിടെ ദൈവകൃപ സഭയിലെ കൂട്ടായ്മ ആചരിച്ചപ്പം ഈ ഒരു മാന്യ കുടുംബം
ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അവിടെ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ലൈവ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും. അപ്പൊ ആ മാന്യ കുടുംബം വിളിച്ചു പറഞ്ഞു, ഞങ്ങള് അതിനുള്ള എന്തുവാ അതിന് പറയുന്നത്, ഓ ഇത് ക്യാമറയും വീഡിയോ ക്യാമറയും അതിന്റെ സാധനങ്ങളെല്ലാം മേടിച്ചു തരാം. ആ കുടുംബമാണ് മേടിച്ചു തന്നത്. പറയാൻ വന്നത്, അങ്ങനെ ഇത് അനേകര് കണ്ടു. എത്രയോ പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ധാരാളം ആൾക്കാര്, പാസ്റ്ററെ അവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്കും ഇടയ്ക്കിടയ്ക്ക് പാസ്റ്ററൊക്കെ ശുശ്രൂഷിക്കുന്നത് കണ്ട് ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടെ. ആ കുടുംബത്തിനും പ്രതിഫലമുണ്ട്. ഉണ്ട്, ആ കുടുംബത്തിന് പ്രതിഫലമുണ്ട്. അനേക പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ഈയിടെ ഇവിടെ നമ്മുടെ പുൽപ്പള്ളിയിലെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ചീരം പാസ്റ്റർ മരിച്ചായിരുന്നല്ലോ, മരിച്ചുപോയി. അനേകത്തിന്റെ മകൻ ഇപ്പം ബത്തേരി താമസിക്കുന്നുണ്ട്, മൂത്ത മോന്, സ്ഥലപ്പേര് മറന്നുപോയി. ഓർഫണേജും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കൊടുവെട്ടി. അനേകത്തിന്റെ ഭാര്യ മംഗലാപുരത്ത് മറുതാളത്ത് ഫോറസ്റ്ററുടെ മകളാ. ആ വീടുമൊക്കെ ആയിട്ട് ഏറെ വർഷത്തെ ബന്ധമാണ്. ഇദ്ദേഹത്തിന്റെ അനുജന ബിനു മരിച്ചു പോയത് കോവിഡ് വന്നപ്പോ. അറിവില്ലേ? അയ്യോ, കാവാല തീർന്ന ഞാനാ ഇത് പറയുന്നത്, വയനാട്ടിൽ കിടന്ന് നിങ്ങൾക്ക്. ബിനു, അനേകത്തിന്റെ ഒരു മകനുണ്ട്, ബിനുവിന്റെ മകൻ, അതായത് ഈ ചീരം പാസ്റ്ററുടെ കൊച്ചുമകൻ ലണ്ടനില. ഒരിക്കൽ എന്നെ വിളിച്ചു, പാസ്റ്റങ്ങളെ ഞങ്ങള് ബത്തേരി വരുന്നുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. വരാന്ന് പറഞ്ഞു. കാണണം. ചെന്നു. ഞങ്ങള് ആ വീട്ടിൽ ചെന്ന് 2 ദിവസം താമസിച്ചു. പയ്യനും അമ്മയൊക്കെ ഉണ്ട്. അപ്പം ഈ പയ്യൻ എന്നോട് പറഞ്ഞു, ഞാന് നിങ്ങളുടെ ലൈവ് എപ്പോഴും കാണും. അങ്ങനെ കണ്ട് ഞാന് പഴയ പാട്ടുകള് 288 പഠിച്ചെന്നു. 288 പാട്ട്, പഴയ പാട്ട് ഈ ലൈവ് കണ്ടോണ്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, മോന് മലയാളം അറിയത്തില്ലല്ലോ, എഴുതാനും വായിക്കാനും അറിയത്തില്ല. അവിടെ അത് മലയാളത്തിൽ നിങ്ങൾ പാടുമ്പോ ഞാനത് ഇംഗ്ലീഷ്, പിള്ളേർക്ക് അറിയാമല്ലോ കമ്പ്യൂട്ടറിലൊക്കെ, അതെടുത്ത് ഇങ്ങനെ നോക്കി പഠിച്ചു. 188 പാട്ട്. പ്രതിഫലം അത് മേടിച്ചു തന്നവർക്കും ഉണ്ട്. അപ്പൊ ഞാന് ആദ്യം ഓർത്ത് ഇവൻ ചുമ്മാ പറയാന്ന് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഒരു പാട്ട് പാടിക്ക്. ഇവൻ പാടി അന്തം വിട്ടുപോയി. ആദ്യം അവൻ പാടുക മേലിലുള്ള ഋഷലി. നമ്മൾ നോക്കി പാടിയിട്ട് തെറ്റുക. കാരണം ജഗന്നതല്ല വന്നാണ്, അത് ഒക്കുന്നില്ല. അതിന് ആ പയ്യനെ നല്ല കുഞ്ഞാ, അവൻ പാടി അത് മുഴുവൻ കാണാതെ പാടുക. പിന്നെ അവൻ പാട്ട് പാടി, എല്ലാം കാണാതെ പഠിച്ചു. അപ്പൊ അത് മേടിച്ചു തന്നവർക്കും അതിന് പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയല്ലോ. സുവിശേഷമേലേക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചോണം. ഞാൻ ഇവിടെ വന്നപ്പം ദൈവരാശി ചിലപ്പോൾ ശാരീരിക ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കണ്ട, ഞങ്ങള് സഹോദരന്മാരില്ലേ, കുഴപ്പമില്ല, വെളിയിൽ പോയി കഴിച്ചോളാം. അന്നേരം ദൈവരാസം പറഞ്ഞു, ഞങ്ങൾ എത്ര വർഷമായി വേലയ്ക്ക് ഇറങ്ങിട്ട്? 43 വർഷമായിട്ട് ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫെയ്ത്തോമി വരുന്നവരെ വെളി വിട്ട് ഭക്ഷണം കൊടുത്തിട്ട്, ഞാന് ദൈവരാശി അവര് വളരെ മാന്യമായിട്ട് ഇടപെടുന്ന കുടുംബം. എന്നാലും ശരീരത്തിന്റെ ക്ഷീണം അറിയാമല്ലോ. ഞാനും വീട്ടിൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഒരു ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ബന്ധപ്പാട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നേരം പറഞ്ഞു, ഓ വേണ്ട. അപ്പം ഈ 2 മിനി അല്ലേ, മിനി കൂടെ ആരാ, വേറെ സഹോദരിയാണല്ലോ, എന്തിയേ വൈകിട്ട് വരുമോ? അപ്പൊ അവിടെ പുറകില്ല ചായന. അവര് പറഞ്ഞു, ഞങ്ങളും കൂടെ വന്ന് സഹായിക്കുന്നുണ്ട്, അതിനും പ്രതിഫലമുണ്ട്. ഉണ്ട്. ഇതല്ല ഈ വേലയുടെ ഭാഗമാണ്. സ്തോത്രം. ദൈവദാസൻ പറഞ്ഞു, ചായ ഉണ്ട്, കുടിച്ചേച്ചേ. അത് ഇട്ടോണ്ട് വരുന്നവർക്ക് പ്രതിഫലമുണ്ട്, എടുത്തു കൊടുക്കുന്നവർക്കും പ്രതിഫലമുണ്ട്. ഇതെല്ലാം ഈ വേലയുടെ ഭാഗമാണ്. ഈ കസേര ഇങ്ങനെ ഇടുന്നില്ലേ, അതിനൊക്കെ പ്രതിഫലം ഉള്ളതാണ്. കാരണം ഇതിനകത്ത് വന്ന് ഇരുന്നല്ലേ ഈ വചനം കേൾക്കുന്നേ.
അതിന് പ്രതിഫലമുണ്ട്. ആട്ടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടെങ്കിലും പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. ദൈവത്തിന് മഹത്വം. എല്ലാത്തിനും ഉറങ്ങുന്നതിനും കാണും. കാരണം ഇതിനകത്ത് വന്നിരുന്ന് ഉറങ്ങുകയല്ലേ, ആ ചന്തയിലെങ്ങും പോയിരുന്ന് ഉറങ്ങുകയല്ലല്ലോ. അതിനും പ്രതിഫലമുണ്ട്. പിന്നെ പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു ഡുക്കും തൻപേർക്കായി പാർത്തല്ലേ വിശ്വസ്തർക്കായി ജീവിതം ചെയ്ത ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്ത ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ആരിവർ രാജനോടൊപ്പം പന്തിഗിരി പതു സത്യസഭ. ആരിവർ രാജനോടൊപ്പം പന്തിഗിരി സഭ. പൊന്നേചുതമ്പൂര ചിന്തിയ രക്തത്തിൽ പാലമ വിശുദ്ധ കൂട്ടരത്രേ. പൊന്നേചുതമ്പൂര ചിന്തിയ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. ഓ വാനസേന നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേന നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കാത്തിരിക്കുന്ന ശുദ്ധിമാൻ ഗണം കാകണം കേൾക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനെല്ലാം പ്രതിഫലമുള്ളതാ. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെടരുത്. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ സമയം കൊണ്ടോ പണം കൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവർത്തനം കൊണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രയോജനപ്പെടുന്നവരായി ഇതിനകത്തുള്ളവര് നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരുടെ മാതൃക, ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, രണ്ടുപേരും മാതൃകാ വിശ്വാസി. മാതൃകയാ. ഒന്ന് വചനം കേട്ടു, രണ്ടത് കൈക്കൊണ്ടു, മൂന്ന് ബഹു കഷ്ടം സഹിക്കുമ്പോഴാണ് ഇത് കേട്ടത്, 4 വേല വിശ്വാസത്തിന്റെ വേല, 5 കേട്ട വചനം സുവിശേഷം മറ്റുള്ളവരോടും പങ്കുവെച്ചു. എന്തോ മാതൃകയാ ഇത്. മാതൃകാ സഭയാ. ദൈവത്തിന് മഹത്വം. 6ാമത്തെ മാതൃക, ഒത്തിരി ഉണ്ട്, ഒരു 7 എണ്ണം പറയാനാ ചിന്തിക്കുന്നത്. ഗുണമാകാനാണ് 7 എണ്ണം മതിയല്ലോ, പോരെ? 6ാമത്തെ മാതൃക, ഇവര് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക. 10ാം വാക്യം വായിച്ചേ. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. അങ്ങനെ ചേർത്ത് വായിക്കാമോ സഹോദരി? ഇപ്പം വായിച്ച സഹോദരി. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, വചനം കേട്ടവരാ, കൈക്കൊണ്ടു. അപ്പൊ അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ ചില കടത്തി പറയാ കേട്ടോ. ഇവരുടെ മാതൃക വചനത്തിൽ നല്ല തിട്ടമുണ്ട്. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ ഉപദേശത്തിൽ നല്ല തിട്ടം. അതുകൊണ്ടാ പറഞ്ഞത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ വായിച്ച ആളിനോട് ചോദിക്കണ്ടേ?
എന്ന് പറഞ്ഞാൽ ഇവർ ഉപദേശത്തിൽ വളരെ തിട്ടമുണ്ട്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, സഭ മകോദ്രവത്തിൽ കൂടെ പോകത്തില്ല. അതാ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശു. എന്തോ മാതൃക! ഉപദേശത്തിൽ നല്ല തിട്ടം. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. ഇതുവരെ വിശ്വസിച്ചു. അതാ അവരുടെ മാതൃക. ഉപദേശത്തിൽ നല്ല തിട്ടമുണ്ട്. അതാ അവരുടെ ഒരു മാതൃക. ഇപ്പൊ എത്രയായി? 6. സഭയ്ക്കകത്തുള്ളവർക്ക് ഉപദേശത്തിൽ തിട്ടം ഉണ്ടായിരിക്കണം. ഇപ്പൊ മിക്ക സഭയിലും ഇതല്ലേ ശരി, അത് ശരി, ഇതല്ലേ അത് ശരിയാ, അപ്പൊ അതും ഇതും എല്ലാം ശരിയാന്ന്. അതൊരു തിട്ടവും ഇല്ല, വിടുവില്ല. ഞാൻ ഈയിടെ ഒരു 1-2 ബന്ധുക്കോസുകാരോട് പറഞ്ഞു, ബന്ധുക്കോസുകാരോടാ, നേതാക്കന്മാരോടും കൂടാ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം തീർത്ത് പറ, ഈ അഴവഴ പരുവത്തിയിരിക്കാതെ. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞ ആഭരണം ഇടാമോ ഇടുകയല്ലയോ, തീർത്തങ്ങ് പറ. അതല്ലേ ചെയ്യണ്ടേ? ഒരു സർക്കുലർ അടിച്ചങ്ങിറക്കണം. ഇതിപ്പോ ഊരിയവരും കുഴഞ്ഞിരിക്കുന്നു, ഇട്ടവരിടക്കിടയ്ക്ക് കാതിപ്പൂഞ്ഞൊക്കെ എന്താ ഊരണോ ഊരണ്ടയോ. ഊരിയവര് അബദ്ധമായി പോയെന്നാ കിടന്ന് കുഴയല്ലേ. എന്നാ ഈ മിടുക്കന്മാര് നേതാക്കന്മാരുണ്ടല്ലോ, തീർത്തൊരു കാര്യം അങ്ങ് പറ. ഒന്നെങ്കിൽ ഇട, അല്ലെങ്കിൽ ഇത് ഇവന്മാരാരേലും തീർത്ത് പറയുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഇടുകോ ഉപദേശം അവിടെ നിൽക്കട്ടെ, ഒരു കാര്യത്തിലൊരു തീർപ്പ് വേണ്ടേ? മിണ്ടുന്നില്ല. ഒന്നെങ്കിൽ സൂപ്പറണ്ടോ, അല്ലെങ്കിൽ ഓവർസിയറോ, അല്ലെങ്കിൽ പ്രസിഡന്റ്, IPC, ചർച്ച കോഡ്, അസംബ്ലീസ് കോഡ്, 3-നെയും കൂടെ കൂട്ടിയായി പറഞ്ഞത്, അല്ലെ ചീഫ് പാസ്റ്റർ, TPM, അതുകൂടി ഇരിക്കട്ടെ. അതുകൂടി ഇരിക്കട്ടെ. എന്തിനാ അതിനെയും വിടുന്നേ? ഷാരോന്റെ ചുമതലപ്പെട്ടവര്, ന്യൂ ഇന്ത്യയുടെ ഇപ്പൊ R. എബ്രഹാം, ചച്ചക്കോട് റീജിയന്റെ ജോമോൻ ജോസഫ്, സ്റ്റേറ്റിൻ്റെത് Y. റജി, മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ബഹുമാനപ്പെട്ട TJ ഷൗമേല്, മലബാറിലെ നമ്മുടെ എബ്രഹാം എന്തുവാ BT എബ്രഹാം അവർകള്, IPCയുടെ വത്സന എബ്രഹാം ജനറല്, കല്ലുമേലെ കുഞ്ഞുവാനച്ചാന്റെ സഭയിൽ ഇപ്പം എനിക്ക് തോന്നുന്ന പേര് ഞാൻ മറന്നുപോയി, WM ON രാജുക്കുട്ടി, എല്ലാവരുടെയും പേര്, എല്ലാവരുടെയും ഇപ്പൊ പറയാൻ പേര് പറഞ്ഞാൽ അതേ ഉള്ളു സമയം കിട്ടുകയുള്ളു. ഇവരെല്ലാവരും കൂടെ തീർത്ത് കാര്യം പറ. ഒന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാം. മനുഷ്യനെ എന്തിനായിട്ട് കുഴയ്ക്കുന്നേ? മനുഷ്യനെല്ലാം കിടന്ന് കുഴയുക. ഞാൻ പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? അല്ലേ? ഇത് കണ്ണ് തുറക്കുകയല്ല പാലും കുടിക്കുകയല്ല എന്ന് പറഞ്ഞ പോലെ, ഒന്നാ കണ്ണ് തുറക്കണമില്ല പാല് കുടിക്കണം, ഇത് രണ്ടും ചെയ്യുകയല്ല, കൈ കിടക്കുക. നിങ്ങൾ സ്തോത്രം പറഞ്ഞ എന്നെ ഒതുക്കുകയാണോ അതോ ദൈവത്തിന് മഹത്വം. ഉപദേശത്തിൽ തിട്ടം വേണ്ടേ? സഭ മഹോദരവത്തിൽ കൂടെ പോകുമോ പോകില്ല, തീർത്ത് കാര്യം പറ.
ഉപദേശമുണ്ടെന്ന് ഇതിന്. തിരുമേശി ആർക്ക് എടുക്കാം? തീർത്ത് പറ. സെക്രട്ടറിയുടെ യോഗ്യത തീർത്ത് പറ. കമ്മിറ്റി വരുന്നവരുടെ യോഗ്യത, ഡിസ്ട്രിക്ട് പാസ്റ്ററുടെ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററുടെ, സെക്ഷൻ പാസ്റ്ററുടെ യോഗ്യത, സൂപ്രണ്ട് ആകാൻ, ഓവർസിയർ അല്ലെ പ്രസിഡന്റ് ആകാൻ അതിന്റെ തീർത്ത് പറയണ്ടേ? ഇതിനൊരു ഉപദേശമില്ലേ? ഇത് വാളെടുക്കുന്നവനല്ല, ഇവര് നല്ല ഉപദേശ നിശ്ചയമുള്ളവരാ. അതാ അവര് പറയാ, വരുവാനുള്ള കോപത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മഹോദരവത്തിൽ കൂടെ സഭ പോകത്തില്ല. തന്റെ മണവാട്ടിയെ അവൻ വരുവാനുള്ള പ്രഭുവിന്റെ കയ്യിൽ ദൈവം കൊടുക്കത്തില്ലെന്ന്. സ്തോത്രം, സ്തോത്രം. ഈ വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങൾ നല്ല തിട്ടമുള്ളവരാ തെസ്സലോനിക്കര്. 7 കർത്താവിന്റെ വരവിന് നോക്കി പാർക്കുക. സ്തോത്രം. അവിടുത്തെ വരവിനായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ, ഇതാണ് ഇവരുടെ മാതൃക. ഇപ്പൊ എത്രയായി? 7. ഇനി വേണോ? ദൈവത്തിന് മഹത്വം. ഒന്നുകൂടി ഇരുന്നോട്ടെ, ഒന്നുകൂടി ഇരിക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മാതൃകയും കൂടെ. 8ാമത്തെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. അവിടെ ഒരു പദമുണ്ട്, വിഗ്രഹങ്ങളെ വിട്ടു. അങ്ങനെ ഒരു പദമുണ്ട്, വായിച്ചേ. വിഗ്രഹങ്ങളെ വിട്ടു. വിട്ടു, അതാ വേർപാടാ. നേരത്തെ ആചരിച്ച്, അനുഷ്ഠിച്ച്, ആരാധിച്ച്, സേവിച്ച് പിന്തുടർന്നതിനെയല്ല ഇവര് വിട്ടു. വിടാൻ കാര്യം, യേശു ക്രിസ്തു ഉള്ളത്തിൽ വന്നു. ഇവർ സത്യദൈവത്തെ കണ്ടു, ജീവനുള്ള ദൈവത്തെ കണ്ടു, ജീവനുള്ള ദൈവത്തെ രുചിച്ചു. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇവര് സത്യദൈവത്തെ അറിഞ്ഞു. സത്യദൈവത്തെ അപ്പം നേരത്തെ ആചരിച്ച, അനുഷ്ഠിച്ച, ആരാധിച്ച, പിന്തുടർന്നതിനെ എല്ലാം വിട്ടു. എങ്ങനെ എഴുതിയേക്കണേ? ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചേ. ബഹുവചനമാണോ ഏകവചനമാണോ? ബഹുവചനം. വിഗ്രഹങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബിംബം മാത്രമല്ല, കർത്താവിനേക്കാൾ ഉപരി ഞാനും നിങ്ങളും എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വിഗ്രഹമാണ്. അതാ ബഹുവചനത്തിലാ പറഞ്ഞേക്കുന്നത്. അതിനെല്ലാം വിട്ടു. ഇന്നലെ ചോദിച്ചതുപോലെ വീണ്ടും ചോദിക്കുന്നു, വിട്ടോ? എന്തോ വിട്ടു? എല്ലാം വിട്ടോ? വിട്ടോ? ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ശാന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോട്ട് ചെയ്തു. ഇനി എന്നെയൊക്കെ വിടാനുണ്ടെന്ന് നമ്മൾ പെന്തിക്കോസുകാർ. അപ്പം 158 കൂട്ടം കാര്യം ഇനിയും വിടാനുണ്ട്. അമ്മയെല്ലാം വിട്ടെന്നും പറഞ്ഞായിരുന്നു ആടുന്നത്. അമ്മ വീട്ടിൽ കാണുമ്പോ ഒരമ്മയാ, അമ്മേനെ ഞാനങ്ങ് വിടുക. നമ്മളെല്ലാം വിട്ടെന്നും പറഞ്ഞ മോൾ കണ്ടിരുന്ന് ആടുന്നത് പോലെ ഞാൻ ആരെയും കൊച്ചാക്കുന്നതോ താഴ്ത്തി കെട്ടുന്നതോ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഇനി എന്നെയൊക്കെ 1ാം പ്രതി ഞാനാ.
എന്തൊക്കെ വിടാനുണ്ട്. അപ്പം ഇന്നത്തെ രീതിയിൽ നമ്മുടെ ഇതൊക്കെ അനുസരിച്ച് ഞാനിങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്തു. എൻ്റെ കയ്യിലുണ്ട് നോട്ട് ചെയ്യുന്നതല്ല. അപ്പം 158 കൂട്ടം കാര്യം ഇനി നമ്മൾ അത് കൂടുതൽ കാണുക. എൻ്റെ ഓർമ്മയെ വന്നതാ. പറയണോ? ഏ ആ 158 പറയത്തില്ല. കാരണം 5-6 കേൾക്കുമ്പോഴേ നിങ്ങൾ പരിവക്കേടാകും. ഇയോടി നമ്മളും വിട്ടില്ലല്ലോ എന്ന്. എല്ലായിടത്തും പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുക, പിണങ്ങരുതേ. ഈ നമ്മൾ ബന്ധുക്കോസുകാര് ഇപ്പോഴും എല്ലാവരും അല്ലെങ്കിലും ഇപ്പോഴും ഈ പുതിയ വീട് വെക്കുമ്പം പാല് കാച്ചുന്നവരുണ്ട്. പേനയുണ്ടോ കയ്യില്? ഒരു പേപ്പർ നോട്ട് ചെയ്യണം. അതിനകത്ത് ചുമ്മാ ഇരിക്കുക. ബുക്ക്, നല്ല ബുക്ക്. 1, 2 എന്ന് എഴുതിക്കുവാണ്. ഇതിനകത്തെല്ലാം എഴുതിയിട്ടൊക്കെയാണ്. എഴുതുക. 1 പാല് കാച്ചും. ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെയ്യുമോ? എഴുതിക്കോ. അത് മൊബൈലിൽ പിടിക്കണ്ട. ഇവിടെ നോട്ട് തരും. നോട്ട് തരും. അല്ലെ ഞാൻ തരാം നോട്ട്. 2 എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. എല്ലാരും ഇത് ചെയ്യുന്നല്ല ഈ പറയുന്നത്. ഇപ്പോഴും കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ മലത്തുകാല് വെച്ചാൽ എഴുതാം. 2 കാലും ദൈവം തന്നതാ. എന്നാലും ഇടത്ത് കാല് വെക്കുകയല്ല. എഴുതിയോ? ചിലര് കല്യാണം കഴിഞ്ഞ് 4-ാം വിരുന്നിന് പോകും. പിന്നെ പഴയ ആചാരമാ. വിട്ടിട്ടില്ല 4-ാം വിരുന്ന് 4-ന് പോവുക. കല്യാണത്തിന്റെ കേസ് ആദ്യം എടുക്കാതെ, അല്ലെ എല്ലാവർക്കും തന്തോട്ട് പോകും. പിന്നെ കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലോട്ട്, ഇതെല്ലാം ചടങ്ങാ. സൗകര്യം അനുസരിച്ച് പോവുകയല്ല. പിന്നെ ചില ഹിന്ദുക്കൾ ആചരിക്കുന്നതും സമുദായക്കാർ ചെയ്യുന്നതും നമ്മൾ വിട്ടിട്ടില്ല. അടുത്തത് അടുക്കള കാണാൻ പോകുന്ന ജനങ്ങൾ. ഒരണ്ടാവും, ഒരു ഉരുളി, ഒരു മോന്തയും. നല്ല മോന്തയാ. എഴുതിയോ? ഇതെല്ലാം നമ്മള് വിട്ടെന്നും പറഞ്ഞ അമ്മ എല്ലാം വിട്ടെന്നാ മുമ്പേ പറഞ്ഞ. ആടി പറയാതെ കേട്ടെ, അമ്മ ഇതെല്ലാം പാവം വിട്ടായിരിക്കും. ദൈവത്തിന് മഹത്വം. ഒത്തിരി ഉണ്ട് വിടാൻ. പിണങ്ങരുതേ. ചില സഹോദരിമാര് തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും, എന്റെ മോളി ഞാൻ അനുഭവിച്ചതൊന്നും പറയാൻ ഒക്കത്തില്ല. എന്തെല്ലാം അനുഭവിച്ചു ഈ തള്ള എന്നോട് ചെയ്തതൊന്നും ഞാന് പറയുന്നില്ല. ഇപ്പൊ ഞാൻ കുറെ കാര്യം കണ്ടോ, സത്യമല്ലേ? ഏതാ? പല്ലി ചലച്ചത്. എഴുത്. എന്തുകോസുകാര് ചിലര് പറയുന്നത്. ചെല്ല് പറഞ്ഞു കേട്ടില്ലേ? സൂസമേ, നമ്മളൊരു സഭയില, പക്ഷെ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളവും കോരിക്കൊണ്ട് എഴുതി. അമ്മായിയമ്മ മരുമ എന്തുവാ അമ്മയെ പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ എന്നെ അമ്മയെ പറഞ്ഞു കൊടുക്കും. അമ്മയുടെ പുതിയ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തുവാ അമ്മ പറഞ്ഞു? എന്തുവാ അമ്മയെ പറഞ്ഞു? അമ്മ എന്തോ പറഞ്ഞു? എന്തുവാ അമ്മ? അത് തന്നെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. വെള്ളം കോരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ചിലര് പറയും. അടുത്തത് ചെല്ല് പറയത്തില്ലയോ? അമ്മായി അമ്മന് നിന്നോട് പലപ്പോഴും പറഞ്ഞോണ്ട് സന്ധ്യ കഴിഞ്ഞ് തുണി കല്ലേ തലയിലാണോ അലക്കുന്നത്? കല്ലേലല്ലാതെ. എഴുത. ഇപ്പൊ എത്രയായി? 8. ഇനി വേണോ? അമ്മായിയമ്മ മരുമകളോട് നിന്നോട് പലപ്പോഴും പറഞ്ഞോണ്ട് കടുക് താഴെ. എന്നാ അതിന് കാരണം? മിക്ക സഭയിലും അടിയുണ്ടാക്കുന്ന കടുക് വീണിട്ടാ. മരുമകളോട് പറഞ്ഞു കൊടുക്കുമെന്ന് കടുക് താഴെ പോകരുതെന്ന്. അലോഹ്യം.
എല്ലാവരുടെയും കാര്യമല്ല, ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. രാവിലെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ സൂസമ്മ ഇന്ന് വിരുന്നുകാരുണ്ട് കേട്ടോ. എന്താ? കാക്ക. എഴുതിക്കോ. പിന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല. അടുത്തത് എത്രയായി? 10 എഴുതി. ഏതൊരു നല്ല കാര്യത്തിന് പോയാൽ അന്നേരം ഈ പൂച്ച എടുത്ത് പൂച്ചയെ കൊല്ലണമെന്ന് ഞാൻ എത്ര നാളുകൊണ്ട് എന്നാന്നറിയാമല്ല, 3-4 ദിവസമായിട്ട് കൈയുടെ വെള്ള എഴുത്. ഇതെല്ലാം ഈ മറുഭാഷ പറയുന്ന പെന്തിക്കോസുകാർ പറഞ്ഞ കാര്യമായി പറയുന്നത്. എന്നാണോ എന്റെ അമ്മാമ്മ എന്റെ കണ്ണങ്ങ് എഴുത. നല്ല കൈയക്ഷരമാണല്ലോ. എന്നാണോ ഒരാഴ്ചയായിട്ട് ചെവി ഊതി അടയ്ക്കുന്നു. ചെവി പേപ്പർ വായിക്കുന്നതെല്ലാം ഊതിയത് കൊണ്ടാണ്. ചരമക്കോളവേ. അങ്ങനെ അന്ന് എപ്പോഴും അങ്ങ് ഊതാനെ എഴുതിയോ? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ട് കട്ടിലേൽ ഇന്ന് കാലാട്ടരുതെന്ന്. തങ്കച്ച മോനെ 1-ാം തീയതി രാവിലെ വീട്ടിലോട്ടൊന്ന് എഴുതി. പെന്തിക്കോസുകാര് കട നടത്തുന്നുണ്ടെങ്കിൽ, സ്ഥാപനമുണ്ടെങ്കിൽ സ്തോത്രം, കൈനീട്ടമായിട്ട് രാവിലെ ഒരു എഴുത. ഇപ്പൊ എത്ര എണ്ണമായി? ഇത്ര പോരെ? 20 എണ്ണം വേണം. തരാം. അതാ പറഞ്ഞ 1-ാം തീയതി. 1-ാം തീയതി. ഇപ്പോഴും ചില പെന്തിക്കോസുകാര് സ്ഥാനം കാണും വീടിന്. ഒരു പെന്തിക്കോസുകാരന്റെ വീടിന്റെ കല്ലിരിടിയിൽ ഞാനും പോയി. ആശാരിയാണോ മൂശാരിയാണോ ആരോ പറഞ്ഞു കൊടുത്തു, 1 രൂപ തൊട്ടുകൂടെ അങ്ങോട്ട് വെച്ചോളാൻ. ഞാൻ ചോദിച്ചു തന്നെ, അത് അവനും പെന്തിക്കോസ. വെള്ളി രൂപ വീട് പണിക്ക് കല്ലിന്റെ കൂടെ. അതാ സ്ഥാനം നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ അടുക്കള ഈ വശത്തല്ല, ബാത്റൂം ഇവിടെ അല്ല, ഇവിടെ നമ്മളെങ്ങാണ്ട് ഇന്ന് പരാണ്ട് പൊളിച്ചല്ലോ. ഞാനത് എന്നാ നോട്ട് ചെയ്തതിന് ഇതുവരെ ആയിട്ട് ഗുണമായില്ലല്ലോ ഒന്ന്. എഴുതിയോ? കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ചടങ്ങ വയറ് കാണാൻ പോകും. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറയുന്നത്, ഇവിടെ എന്നാ പറയുന്നത്? എന്നാ പിന്നെ അങ്ങനെ തന്നെ എഴുതിക്കോ. തല കാണുന്നല്ല, വയറ് കാണുന്നെന്ന്. അങ്ങനെ തന്നെ എഴുതും. 250 കുഴലപ്പം, 501 നെയ്യപ്പം, 5 കിലോ കേക്ക്, 7 കിലോ അലുവ, ഇതൊക്കെ കാണാൻ പോകുമ്പോ. പിന്നെ ഒരു കാര്യം, ഒറ്റ സംഖ്യ. എന്നാ സംഖ്യ? ഒറ്റയും പേട്ടയും എഴുതും. 21. ഇങ്ങോട്ട് കൊണ്ടുവരികയും അങ്ങോട്ട് വിടുകയും. ഇതെല്ലാം ഇപ്പോഴും പെന്തിക്കോസുകാര് ചിലര് ചെയ്യുന്നുണ്ടെന്ന്. 22 എഴുതും. 23 ഇവിടെ എഴുതും. 23 എഴുതും. അമ്മക്കച്ച കൊടുത്തായിരുന്നോ? മേടിച്ചോ? ഇനിയും കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യുവോ? ഗുണമാകുമെന്ന് അറിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. എഴുതിയോ?
എന്തോ എഴുതി? അമ്മക്കച്ച എത്ര എണ്ണമായി? പോരെ? ബർത്ത്ഡേ, അടുത്തത് വെഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികം, സപ്തതിയും ഷഷ്ടി, 70 60, നൂറാം വാർഷികം. അതിപ്പോ കൊടുക്കുന്നുണ്ട്. ഇപ്പം ബൈയൂല നാട്ടിൽ 10 വർഷമായിരുന്നു. അവിടെ മനോരമ ചെല്ലുന്നുണ്ട്. ഓർമ്മ ദിവസം. ഇന്ന് എത്ര മതി? 158 എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു? ബാക്കി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ തരാം. എന്നമ്മേ പറഞ്ഞു വിട്ടോ, എല്ലാം വിട്ടോ. ആരെയും കൊച്ചാക്കിയതോ താഴ്ത്തിക്കെട്ടിയതോ ഒന്നുമല്ല. എന്തെല്ലാം കാര്യങ്ങളാ വിടാൻ കിടക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ തെസ്സലോനിക്കരുടെ വിശേഷത, ഇവർ നേരത്തെ ആചരിച്ച് അനുഷ്ഠിച്ച് പിൻഗമിച്ച മാമൂലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വിട്ടു. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിടേണ്ടതെല്ലാം വിടണം. ദൈവത്തിന് ബുദ്ധിമുട്ടാ. സാറ് ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ എഴുതി, ഈ പെന്തിക്കോസുകാരെക്കായാലും കേരളത്തിൽ പഴക്കം ബ്രദറുകാർക്കാണ്. ആ ബ്രദറുകാരിലും അല്പം കൂടെ പുറകോട്ടിറങ്ങിയാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വിയോജിത പ്രസ്ഥാനം. വിയോജിതർ എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ആചാര അനുഷ്ഠാനങ്ങളോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അതാ വിയോജിതര്. അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മഹാകവി KV സൈമൺ. അദ്ദേഹം ഇത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ വിട്ട് ഇറങ്ങി നന്നായിട്ട് ഉപദേശം സ്ഥാപിച്ചു. അപ്പൊ ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും വിടാതെ പോന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവരും കൂടെ ഇതെല്ലാം വിട്ടേച്ച് വരണം. ആ ആഗ്രഹത്തിൽ, ആശയത്തിൽ പുള്ളി പാട്ടെഴുതി. ആ പാട്ടിന്റെ ഒരു വരി ഇങ്ങനെ നിങ്ങൾക്കറിയാം, അവരോടാ: വാമേലെബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. വാമേലെബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. പ്രേമമുള്ളോരമ്മ നാമുകളും ശല്യം ഹർമോൻ മുടികളും വിട്ട് നീ പോരിക. ശാലോമിയെ വാരി എന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരി. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളി ഷോഡതികൾ. അപ്പം ബാങ്ക്, ചിട്ടി, കമ്പനി തീങ്ക് ചെയ്യുന്ന കളിച്ചോടതി. തീങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. കളിഷോടതി. ഷോടതി എന്ന് പറഞ്ഞാൽ ലോട്ടറി. ടിക്കറ്റ് ഇപ്പോൾ എടുത്ത് അടിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സ്വോത്രകാഴ്ചയ്ക്ക് കൊണ്ടുവന്ന പൈസയാണ്. വന്നപ്പോ അവരിങ്ങനെ നിൽക്കുക ആ വഴിയിൽ. അതിനകത്ത് എഴുതണ നമ്പർ, വണ്ടി നമ്പർ നോക്കി വണ്ടി എടുക്കുന്ന ഉപദേശിമാര് വരെ ഉണ്ട്. 369 നല്ല നമ്പർ ഉണ്ട്. യോ, നമ്പർ കണ്ടോ? അത് നല്ല നമ്പറാണല്ലോ. എന്നെ എല്ലാം ഷാജ് പിടിച്ചിരിക്കുക. അപ്പൊ ലോട്ടറി എടുക്കുക. ഇപ്പോഴും കൊണ്ട് ലോട്ടറി എടുക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. ഇല്ലേ? ഇവിടെ ഉണ്ടോ? അതും ഉണ്ട്. അയൽക്കൂട്ടത്തിൽ നിന്ന് കാശെടുത്ത് കടം മേടിച്ച് ലോട്ടറി എടുക്കും.
ഭർത്താവ് പറഞ്ഞു എടുത്തോണ്ട് വരാം. ഈ ശാശി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ ഇരിക്കുമ്പോ ഒരു 500 രൂപ ഒന്നേ ഒറ്റ നമ്പറിനാ മാറിയതില്ലെങ്കിൽ 5 ലക്ഷം. പിന്നെ കുറെ ദിവസം എടുക്കുമ്പോ അടിക്കുകയില്ല. പിന്നെ ഒരു ദിവസം എടുക്കുമ്പോ പിന്നെയും ഒരടി 20,000. അയ്യോ, ആ ഇടതുവശത്തെ നമ്പർ 3 ആയിരുന്നെങ്കിൽ 70 ലക്ഷം. ഇത് പിശാച് നിന്നെ ഇട്ട് കറക്കുക. നിന്നെ ഇട്ട് നശിപ്പിക്കുമെന്ന്. ഈ അടുത്ത് ലോട്ടറി എടുത്തൊരു ഇത് അടിച്ചത് നാശമായെന്ന്. ഇത് വായിച്ചതല്ലേ? ഇത് അടിച്ചത് നമുക്ക് ഉയർച്ചയും അനുഗ്രഹം ഉയരത്തിൽ നിന്നാ വരുന്നത്. യഹോവ നിന്നെ സിയോനിൽ നിന്ന് അല്ല സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. എന്നെ പ്രിയരെ, നമുക്ക് അനുഗ്രഹം വരുന്ന ഉയരത്തിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വിടണം. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളിശോധതികൾ, ജിംനേഷ്യമോടാത്ത നാടകശാലകൾ. നാടകവും ഗാനമേളയൊക്കെ കാണാൻ പോകുന്ന പെന്തിക്കോസുകാരും ഉണ്ട്. പണ്ട് നമ്മുടെ ഒരു പെന്തിക്കോസുകാരി അമ്മാമ സംഗീത കച്ചേരിക്ക് പോയത് മറ്റൊരു സ്ഥലത്തുമല്ല, അമ്പലത്തില്. ദക്ഷിണ മൂകാംബിക എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് പനച്ചിക്കാട്, ചിങ്ങവനത്തിനടുത്ത്, പരുത്തമ്പാറയ്ക്കും അടുത്ത്. ദക്ഷിണ മൂകാംബിക. അവിടെ 10 ദിവസത്തെ സംഗീത കച്ചേരിയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കൊല്ലം ഗാനഗന്ധർവന കച്ചേരിക്ക് വന്നത് യേശുദാസ് ഒക്കെയാ. ഈ തള്ളയും പോയി അമ്പലപ്പറമ്പില്. അപ്പം ചെന്ന ഉടനെ തള്ള തലയിൽ അങ്ങ് തൂണ് കേട്ടു. അങ്ങനെ ആണല്ലോ ഇവിടെ ഇതിനകത്ത് ശീലിച്ചേക്കുന്നത്. അപ്പൊ അച്ചിമാര് പെണ്ണുങ്ങളും നമ്പൂതിരി പെണ്ണുങ്ങളും ഓർത്ത് മഞ്ഞ ആയതുകൊണ്ട് ആരേലും കച്ചേരി അതിന്റെ നല്ല നിലയിലെത്തി. ഗാനഗന്ധർവനല്ലേ, അദ്ദേഹം നല്ല രാഗമെല്ലാം കൂടെ വിസ്തരിച്ച് പക്കവൊക്കെ നല്ല പക്കവും. ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് വിസ്തരിച്ചുകൊണ്ടിരുന്നപ്പം ആന ഇടഞ്ഞു. ആന അവിടെ അടങ്ങിക്കിടക്കുക. ഏതോ ഒരു കുസൃതിക്കാരൻ ചെന്ന് എന്തോ ആന ഇടഞ്ഞു. അപ്പൊ തന്നെ പ്രശ്നമായി. മൈക്ക് കൂടെ വിളിച്ചു പറഞ്ഞു, ആന വരണ്ടു, എല്ലാരും രക്ഷപ്പെട്ടോളാൻ. അയ്യോ, ഓട്ടടാ ഓട്ടം. അച്ചിമാര് പെണ്ണുങ്ങളും നമ്പൂതിരി പെണ്ണുങ്ങളും ആയമാരും എല്ലാം ഓടി വീട്ടിൽ പോയി. തള്ള ഒരു വെട്ടുകുഴിക്കകത്ത് പോയി. അതാ തിട്ടമില്ലല്ലോ, അവർക്കൊക്കെ വഴി നല്ലത് കിട്ടവാ. തള്ള ഓടി വെട്ടുകുഴി വീണു. ദേശമല്ല ആന വരണ്ട. അവസാനം എല്ലാരും അപ്പം പുള്ളിക്കാരി പോയത് തപ്പിയപ്പോ കാണാനില്ല. അവിടെ എല്ലാം അരിച്ചു പറക്കിയ ഭർത്താവും ആ പിള്ളേരും അയലത്തുകാരും എല്ലാം കൂടെ തപ്പി ലാസ്റ്റ് ഇങ്ങനെ നിരാശപ്പെട്ട് വന്നപ്പം വെട്ടുകൂടിക്കാത്തൊരു ഞരക്കം കേട്ടു. നോക്കിയപ്പം തങ്കമ്മേനത് കിടപ്പുണ്ട്. ഏണി എങ്ങാണ്ടിറക്കി കയറാൻ മേല, പരുവക്കേടായി. എങ്ങനെയോ പിന്നെ ആരാണ്ടൊക്കെ ഇറങ്ങി കയറ്റി. മെഡിക്കൽ കോളേജ് 3 മാസം. മെഡിക്കൽ കോളേജിൽ 3 മാസം ഒടിഞ്ഞു. അവർക്കപ്പുറത്ത് വെട്ടുപിടിക്കാതെ പോയതല്ലേ. 3 മാസം കഴിഞ്ഞപ്പോ
ഒരു കമ്പുമൊക്കെ കുത്തി സഭയിലോട്ട് വരിക, ദൈവം എന്നെ വിടുവിച്ചെന്ന്. ഇതിനെയൊക്കെ എന്നാ ചെയ്യാനാ? വീഴുവാൻ തക്കവണ്ണം തലയെങ്കിലും എവിടെ പോയാ വീണത്? കരച്ചുകാട് ക്ഷേത്രത്തിലെ കച്ചേരിക്ക് പോയി. വളരെ ശ്രദ്ധിക്കണേ. വേർപാട് വിടേണ്ടതെല്ലാം വിടണം. ക്രിസ്മസ് ആഘോഷിക്കരുതേ, ഈസ്റ്റർ ഒന്നും ആഘോഷിക്കരുതേ, അടിയന്തരത്തിനൊന്നും പോകരുതേ, ഓണം ആഘോഷിക്കാൻ പോകരുതേ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ പെന്തിക്കോസുകാരും ക്രിസ്മസ് എന്ന് എന്തോ കരാണ്. ഉണ്ണി പറന്നു എവിടെ? ഞാൻ തമാശ പറഞ്ഞതല്ല. എന്തുവാ രണ്ടുപേരും ഇട്ടിരുന്ന് പറയുന്നത്? കുറെ നേരം ആയില്ല രണ്ടുകൂട്ടിരുന്ന് മാറ്റിയിരുത്ത സ്കൂളിൽ ഇരുത്തുന്ന പോലെ. എന്തുവാ പറഞ്ഞേ? എന്തുവാ ഇവിടുന്നുണ്ടോ? വേറെ സമയമൊന്നും ഇല്ലേ? ദൈവത്തിന് മഹത്വം. ഏത് സമയം സുവിശേഷമയ. പിതാവ് ആകർഷിച്ചവർ ഇതിനകത്ത് വരും. തനിക്ക് പ്രിയമുള്ളവരെ ദൈവം വിടിവിക്കുകയും ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അറിയിച്ചില്ലെങ്കിൽ സാധു സുന്ദർ സിംഗിനെ ആരും ചെന്ന് അറിയിച്ചു കൊടുക്കുക, പ്രത്യക്ഷപ്പെട്ടില്ലേ? അവിടുന്ന് വിശ്വസ്തനാ. ദൈവത്തിന്റെ മഹത്വം. എന്തുവാ പറയാൻ? ചരിഞ്ഞു കടന്ന് പറയാനത്. എന്തുവാ പറഞ്ഞ? എന്തുവാ പറഞ്ഞ? ഞാൻ ശരിയായ കാര്യമോ പറയുള്ളൂ. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. അപ്പൊ ഇവരുടെ വിശേഷത, ഇവര് വിഗ്രഹങ്ങളെ വിട്ടു. അതാ മാതൃക. ഇത് ഇപ്പൊ എത്ര മാതൃകയായി? എട്ട്. വചനം കേട്ടു, കൈക്കൊണ്ടു, കഷ്ടങ്ങളിൽ പോയിട്ട് ഇത് കേട്ടു, വേല വിശ്വാസത്തിന്റെ എല്ലായിടത്തും വചനം പ്രസംഗിച്ചു, ഉപദേശത്തിൽ തിട്ടമുണ്ട്, കർത്താവിന്റെ വരവിനായി കാത്തിരുന്നു. പിന്നെ അപ്പൊ 9 എണ്ണമായി. എന്നാ പറഞ്ഞു? ഞാൻ പറയാൻ ഞങ്ങൾക്ക് കേട്ടു. ഇതെല്ലാം ഇവരുടെ മാതൃകയാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. ഇത്തരം വിശേഷത ഉണ്ടെങ്കിൽ എന്തോ സഭയാ. ആ സഭയെ വെല്ലാൻ ആരേലും കാണുമോ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇന്നത്തെ സഭ അങ്ങനല്ല. നമ്മൾ പറയുന്ന ഭയങ്കര ആളാ. പാർക്കിങ്ങിന് അവിടെ ഈ പറയപ്പെട്ട കാര്യമൊക്കെ സഭയ്ക്കകത്തുണ്ടോ? ആള് കണ്ടമാനമുണ്ട്, വണ്ടിയുണ്ട്, വരുന്നതെല്ലാം BMW ഓടിയിലും ഒക്കെയാ. വേറെ വണ്ടിയുടെ പേര് ശിവപാസ് എന്നാല് പറഞ്ഞ ജാഗ്വാർ. എന്നതാന്ന് പോലും എനിക്കറിയാൻ പറ്റും. വരുന്നതെല്ലാം ജാഗ്വാറിലും ഓടിയിലും BMW ഒക്കെയാ സഭയിലെ. ഈ പറയപ്പെട്ട ക്വാളിറ്റി ഉണ്ടോ? വണ്ടി ഏതുമാകട്ടെ, വീട് എങ്ങനെ ആയിക്കോട്ടെ, 5 കോടിയുടെയോ 10 കോടിയുടെയോ, ഈ പറയപ്പെട്ട ഈ മാതൃകയുണ്ടോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും, അധികം ആളില്ലേലും, വലിയ വണ്ടികളൊന്നും വന്നില്ലെങ്കിലും,
എന്റെ ഭാഷയാ, വലിയ ബ്രഹ്മാണ്ടം വീടൊന്നുമില്ലെങ്കിലും ചിലപ്പോ വാടകയ്ക്ക് ആ ലക്ഷം വീട്ടിലാ, കോളനിയിലാ, പുറമ്പോക്കിലാ, സൈക്കിള് പോലുമില്ല. പക്ഷെ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതാണ് സഭ. മറ്റേതൊന്നും സഭയല്ല, സംഘടനയാ. ദൈവത്തിന് മഹത്വം. സ്വോത്രങ്ങൾ ചിലപ്പോ അധികം കാണുകയല്ല, ഒരാൾക്ക് എണ്ണാൻ പോലും ഇല്ല. മറ്റൊരു 10-30 പേരിരുന്ന് ഇപ്പൊ മിഷ്യൻ വരെ വരുന്നെന്ന് കേൾക്കുന്നു, പൈസ എണ്ണുന്നേ കേട്ടില്ലയോ? തമ്പിക്കുഞ്ഞെന്നല്ലേ പേര്? ആ, തമ്പിക്കുഞ്ഞൊന്നും കേട്ടില്ലേ? അങ്കച്ചായം കേട്ടോ, മിഷ്യനൊക്കെ വരുന്നെന്ന്. പ്രിയരെ, മിഷ്യനൊന്നും ഇല്ലെങ്കിലും വയനാട്ടിലെത്തിയോ ഭയങ്കര വീട്, എന്തോ കപ്പൽ ജോയിയോ? ആ, അത് ഇവിടെ അടുത്താണോ? ആ, ആയിക്കോട്ടെ, ഒന്നും വലിയ ദൂരമൊന്നുമല്ല. ഭയങ്കര വീടൊന്നുമില്ല. പെരക്കാത്തിരുന്ന് ഞെക്കുമ്പം ഗേറ്റാണ്ട്. അത് ഞാൻ എതിരല്ല, നല്ല വീട് വെച്ചോ. കാരണം ആവർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നല്ല വീട് പണിതതിൽ അത് ഞാനെതിരല്ല. പക്ഷേ വലിയ വീടൊന്നുമില്ലെങ്കിലും, കോടികളുടെ വിലയുള്ള വണ്ടി ഇല്ലെങ്കിലും, നോട്ടെണ്ണ മെഷീൻ ഇല്ലെങ്കിലും, പേരും പ്രശസ്തി ഒന്നുമില്ലെങ്കിലും, കാണാൻ വലിയ ഫിഗർ ഒന്നും അല്ല ഇല്ലെങ്കിലും, പക്ഷെ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതാ സഭ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസഭ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർക്കശമായ വേർപാട് പാലിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. ബാക്കി നാളെ സഭായോഗത്തിന് ദൈവം അനുവദിച്ചാൽ, വൈകിട്ട് വേറെ വിഷയമാണല്ലോ. മറ്റു സഭയിലുള്ള ആരെങ്കിലും നാളെ സഭായത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററുടെ അനുവാദം മേടിച്ചേ വരാവൂ. എന്നെ പറയിപ്പിക്കരുത്. പക്ഷെ ഇന്നടത്തോട്ട് പോവുക, ഇന്നതാ കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ അനുവദിച്ചെങ്കിലേ വരാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവര് മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസ് ഇവിടെ ശുശ്രൂഷ ചെയ്തവരെ രക്ഷിക്കപ്പെട്ടു. പൗലോസ് അവിടെ നിന്ന് പോയിട്ട് 2 പ്രാവശ്യം തിരിച്ചൊന്ന് വരാൻ ആഗ്രഹിച്ചു. പക്ഷെ സാത്താൻ തടഞ്ഞു. ഉണ്ടല്ലോ, ഈ ഭാഗം വായിച്ചു. ഹൃദയം കൊണ്ടല്ല, മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പൊ പൗലോസ് ഇത് ഇവിടുന്ന് പോയി കുറച്ചു നാൾ മാറി നിന്നേ വീണ്ടും ഒന്ന് വരാൻ ആഗ്രഹിച്ചു ഇവരെ കാണാൻ. പക്ഷെ ഒക്കുന്നില്ല. 2 പ്രാവശ്യം സാത്താൻ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇത്രയും ശ്രേഷ്ഠനും പ്രഗത്ഭനും പ്രശസ്തനും ദൈവകൃപയുള്ള പൗലോസിനെ സാത്താൻ തടഞ്ഞെങ്കിൽ, അല്ല, പൗലോസിന്റെ യാത്രയെ സാത്താൻ തടഞ്ഞെങ്കിൽ, ഏതാ 14 ലേഖനം എഴുതി, 100 അധ്യായം. നമ്മൾ ഇന്ന് വരെ അതിൽ 1 അധ്യായം പോലും വായിച്ചിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യമോ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ. അത് ഭൗതികമായ 8-ാം നാളിൽ പരിച്ഛേദനയും ബെന്യാമീൻ ഗോത്രജൻ ഇസ്രായേൽ ജാതിക്കാരൻ ശുഷ്കാന്തി നിമിത്ത സഭയെ, പിന്നെ കപ്പലും ഒക്കെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മകനായിരുന്നു. ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞത്, പൗലോസിന്റെ ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കപ്പല്, അപ്പൊ ഒരാൾ ചോദിച്ചു ഷട്ടിലടിക്കുകയാണോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, അത്രയ്ക്ക് പ്രഗത്ഭനായ പൗലോസിന്റെ
പിന്നെ കൃപ വന്നു കഴിഞ്ഞ് നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അന്യഭാഷ പറയുന്നെന്ന്. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരു പടപടച്ചേച്ച് പിന്നെ ഇരിക്കുക, വെട്ടുവാദം വന്ന കന്നാൽ തീർന്നു. ഇനി ഒടുവിൽ പാടുമ്പോൾ ഒന്ന് വിറയ്ക്കാനിരിക്കുക. പൗലോസ് അങ്ങനല്ല, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും കൂടുതൽ അന്യഭാഷ, പ്രവചനമുണ്ട്, പ്രവാചകനുമാ. മാത്രമാണോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാ. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, അങ്ങനെ പറഞ്ഞേ. ഇത്രയേറെ കൃപകളും വരങ്ങളുമുള്ള പൗലോസ്ലീഗയുടെ യാത്രയെ സാത്താൻ തടഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ യാത്രയെ പറ്റി വല്ലതും രണ്ടു വട്ടം സാത്താൻ തടഞ്ഞു. അപ്പൊ പൗലോസിന് മനസ്സിലായി ഇനി അടുത്ത കാലത്തെങ്കിലും ചിലപ്പം തെസ്സലോനിക്കയിലേക്ക് പോകാൻ പറ്റുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ തെസ്സലോനിക്കയിൽ നേരത്തെ വിശ്വാസികൾ ഏതാ? ഞാൻ ക്വാളിറ്റി പറഞ്ഞല്ലോ, ഇവിടെ മാതൃക. ആ മാതൃകാ വിശ്വാസികളൊക്കെ ഇപ്പോഴും ആ മാതൃക തന്നെ ആണോ, അങ്ങനെ തന്നെ ആണോ ഇവര് ജീവിക്കുന്നേ എന്നറിയാനായി പോകാനൊരുങ്ങിയത്. രണ്ടു വട്ടം തടഞ്ഞു. അപ്പൊ പൗലോസിന് മനസ്സിലായി ഉടനെ എങ്ങും അങ്ങോട്ടൊരു പോക്ക് എനിക്കൊക്കത്തില്ല. അപ്പൊ പൗലോസ് ഇവരുടെ വിവരം അറിയാൻ ഒരു സഹോദരനെ അയച്ചു. 3:5 വായിച്ചേ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞ് ഞങ്ങൾ ആ 3 ശബ്ദത്തിലൊക്കെ അധ്വാനിച്ച് പ്രവർത്തിച്ച് പറയുന്ന നിങ്ങളെ നേടി അത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിയതുപോലെ ആണോ? അന്നത്തെ ആ മാതൃകാ ജീവിതവും വേർപാടും പ്രത്യാശയും വചന കേൾവിയും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ഒരു സഹോദരനെ അങ്ങോട്ട് അയച്ചു. അയച്ചത് മറ്റാരുമല്ല, തിമോഥെയോസിനെയാ. 3:1 വായിര്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനും തിമോഥെയോസിനെ അങ്ങോട്ട് അയച്ചു. തിമോഥെയോസ് നല്ല സഹോദരനാ. അപ്പോസ്തലപ്രവൃത്തി 16:1 വായിര്. 16:1. വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പനവനാ, അമ്മ യഹൂദിയ സ്ത്രീയാ, ഭക്തിയുള്ള സ്ത്രീയാ. അതുകൊണ്ടാ തിമോഥെയോസിനെ അയച്ചത്. കൊട തെറ്റിയവനെയൊക്കെ അയച്ച. സ്തോത്രം. വേറെ ആളില്ലാഞ്ഞിട്ടാണോ? വേറൊരുത്തരുണ്ട്, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ. അവനെ അയക്കാൻ പറ്റുമോ? ചെമ്പിനിട്ട് അലക്കുന്നവനാ, അവൻ വിശ്വാസിയെ വെച്ചേക്കുമോ? വേറൊരുത്തരുണ്ട്, ദേമാസ്. അവനാണ് ഒരു ഫോറും സോപ്പും ഒരു പെർഫ്യൂമും കാണിക്കും, അവൻ മറിയും. കൂടെ $2 കൂടെ ഉണ്ട്, അവനെ നോക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് എന്തോ കൂർമ്മ ബുദ്ധി ദൈവകൃപയാ തിമോഥെയോസിനെ അയച്ചത്. അത് നല്ല സഹോദരനാ, സത്യം സംസാരിക്കുന്നവനാ. തിമോഥെയോസിനെ അയച്ചു. അപ്പൊ തിമോഥെയോസിനോട് പറഞ്ഞു, ബ്രദറെ, വിശ്വാസത്തിന് നിജപുത്രനല്ലേ, നീ തെസ്സലോനിക്കയിൽ ചെല്ലണം. എന്തിനാച്ചാ? ഞാൻ പണ്ട് അവിടെ സഭ തുടങ്ങിയതാ, നല്ല വിശ്വാസികളാ. മുമ്പേ പറഞ്ഞ മാതൃക 10-8 കൂട്ടം കാര്യം പറഞ്ഞില്ലേ, നല്ല വിശ്വാസികളാ. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ പൊക്കുന്നില്ല. അപ്പം അവരെല്ലാവരും ആ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നീ അറിഞ്ഞേച്ച് പറയണം. വസ്തുത വന്ന് എന്നോട്. ചുരുക്കി പറഞ്ഞാൽ തിമോഥെയോസ് തെസ്സലോനിക്കയിൽ ചെന്നപ്പം മുഴുവൻ പരുവക്കേടായി. ഇവരുടെ പഴയ വിശ്വാസവും പ്രത്യാശയും ഒന്നും ഇപ്പം ഒത്തിരി ഉണ്ട് പറയാൻ.
അതൊരു 18 കൂട്ടം കാര്യമുണ്ട്. അത് തന്നെ 18 കൂട്ടം കാര്യം. ഒന്ന്, ഇപ്പൊ ഇവര് പലരും ക്രമം കെട്ടാ നടക്കുന്നത്. രണ്ട്, പ്രത്യാശ ഇല്ലിപ്പം. അതുകൊണ്ടാണല്ലോ 4:13 പറഞ്ഞ് ഞങ്ങൾ പ്രത്യാശ ഇല്ലാത്ത ആ പ്രത്യാശ പോയി. ചിലർക്ക് ഉൾക്കരുത്തുമില്ല. കണ്ടാ തോന്നുന്നു ഒരു 150 കിലോ ഉണ്ടെന്ന്, പക്ഷെ അകത്ത് യാതൊരു. പണ്ടൊരു പോലീസുകാരനുണ്ടായിരുന്നു, 6 അടി പൊക്കം, നല്ല നെഞ്ചുവിരിവും. നമ്മൾ കണ്ടാ അന്തം വിട്ടുപോകും. പക്ഷെ സംസാരം കേട്ടപ്പോ എന്തോ നിപ്പും പടുതിയും കണ്ട അങ്ങനല്ല പറഞ്ഞത്. എനിക്ക് ശബ്ദം എടുക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ക്രമം കെട്ട് നടക്കുന്ന പലരും ഉൾക്കരുത്തുമില്ല, ബലഹീനനായി ഇതിനകത്ത്. ദീർഘക്ഷമ എന്ന് പറയുമ്പോ ക്ഷമ ഇപ്പം ആത്മസംയമനം ഒന്നുമില്ല. പലരും ഇപ്പം നന്മയൊന്നുമല്ല ചെയ്യുന്ന, പകരം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളായി. അതെല്ലാം അവിടെ നിൽക്കട്ടെ. തിമോത്തിയോസ് അവിടെ ചെന്ന് കണ്ടേച്ച് പറഞ്ഞ് തിരിച്ചു വന്നു പറഞ്ഞ്, എന്റെ അച്ഛാ, പഴയ വിശ്വാസവും പ്രത്യാശയൊന്നും അവർക്ക് ഇല്ല. ഇത് കേട്ടപ്പോൾ പൗലോസ് അവരെ പ്രാകുകയല്ല, അവരെ ശപിക്കുന്നുമില്ല, അവരെ തേഴ്ത്തി കെട്ടുന്നില്ല. വെളിപ്പാട് പ്രാപിച്ച പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശേഷിച്ച് 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ മുഖം എനിക്കൊന്ന് കാണണം. 2, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് ഒന്ന് തീർക്കണം, പരിഹരിക്കണം. ഇന്ന് പകൽ ദൈവപൈതലേ, പഴയ പ്രതിഷ്ഠ, വിശ്വാസം, പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, പിന്മാറരുത്, തളർന്നു പോകരുത്. ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ മടക്കി വരുത്തും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. പൗലോസ് ഇത് കേട്ടപ്പോൾ പ്രാഗിയില്ല, ശപിച്ചില്ല, അവരെ ആക്ഷേപിച്ചില്ല. പൗലോസ് അവർക്ക് വേണ്ടി മുട്ടാലിരിക്കുക. എനിക്ക് നിങ്ങളുടെ കർത്താവേ, എനിക്ക് അവരുടെ മുഖമൊന്ന് കാണണം. 2, ഇവരുടെ വിശ്വാസത്തിന്റെ കുറവ് ഒന്ന് പരിഹരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ വളർച്ച, വിശ്വാസത്തിന്റെ തകർച്ച, വിശ്വാസത്തിന്റെ യഥാസ്ഥാനം, ഈ 4 വിഷയം നാളെ പ്രസംഗിക്കും. ഇപ്പം സമയം ആയല്ലോ. 4 കാര്യം ഇതിനോട് ബന്ധപ്പെട്ട: വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ വളർച്ച, വിശ്വാസത്തിന്റെ തളർച്ച, വിശ്വാസത്തിന്റെ പൂർത്തീകരണം. ഇതിനോട് ബന്ധപ്പെട്ട് അത് നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം അനുവദിച്ചാൽ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ദൈവത്തിങ്കിലേക്ക്, വചനത്തിലേക്ക്, പ്രതിഷ്ഠയിലേക്ക്, ആമേൻ, ദൈവ ആരാധനയിലേക്ക്. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, ഞാൻ പാടാം. അറിയാവുന്നവര് ഹെൽപ്പ് ചെയ്ത് പാടാൻ തൊണ്ടയ്ക്ക് വയ്യ, അതുകൊണ്ട് 2 വരി പാടാം. ആദ്യ സ്നേഹമാദിമ പ്രതിഷ്ഠയും വിശ്വാസവും, ആദ്യ സ്നേഹമാദിമ പ്രതിഷ്ഠയും വിശ്വാസവും, ആദ്യ നാളിലെന്ന പോലെ കാത്തിടും വിശുദ്ധരെ, വീണ്ടെടുപ്പിനാളടുത്ത് വേല ചെയ്തൊരുങ്ങി നിന്നിടാം, വീണ്ടെടുപ്പിനാളടുത്ത് വേല ചെയ്തൊരുങ്ങി നിന്നാ, കൊടിയുയർത്തുമിൻ ജയത്തിൻ ഉന്നതന്റെ പർവ്വത ഒത്തുചേരുമീ, ഘോഷിക്കുമിൻ ജയത്തിൻ ഗീതം പാടുമീ. രാജാവ് ഏതാവായി നിന്നിലില്ലയോ, നിന്റെ രാജാവ് ഏതാവായി നിന്നിലില്ലയോ, തിന്മയോടെ എതിർത്ത് നിൽക്കണം, നന്മതൻ ബലം ധരിക്കണോ, തിന്മയോടെ എതിർത്ത് നിൽക്കണോ, നന്മതൻ ബലം ധരിക്കണോ. ആദ്യ സ്നേഹമാദിമ പ്രതിഷ്ഠയും വിശ്വാസവും, ആദ്യ നാളിലെന്ന
പോലെ കാത്തിടും വിശുദ്ധരെ വീണ്ടെടുപ്പിന്നാളട് പോയി വേല ചെയ്തൊരുങ്ങി നിന്നിടാ വീണ്ടെടുപ്പിന്നാളട് പോയി വേല ചെയ്തൊരുങ്ങി നിന്നിടാൻ കൊടിയുയർ